ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ തിരയും തീരവും. ക്ഷണക്കത്തുകൾ അടിച്ച് വിതരണം ചെയ്തു. ഫോണിൽ വിളിച്ച് ക്ഷണിക്കാനുള്ളവരെയും നേരിട്ട് ക്ഷണിക്കാനുള്ളവരെയും ക്ഷണിച്ചു. ജോലി ഏറെക്കുറെ പൂർത്തിയായ സംതൃപ്തിയിലായിരുന്നു അറയ്ക്കൽ ചാർലി സേവ്യറും കുടുംബവും. മനസമ്മതം പെൺവീട്ടുകാരുടെ കല്യാണമായതിനാൽ അറയ്ക്കൽ ചാർലി അത് ഏറ്റവും ആർഭാടത്തോടെ തന്നെ നടത്താൻ തീരുമാനിച്ചിരുന്നു. അപൂർവം ചിലരെ മാത്രമേ അറയ്ക്കൽ ചാർലി ചെല്ലിക്കടപ്പുറത്ത് ക്ഷണിക്കാതെ വിട്ടുകളഞ്ഞുള്ളൂ. അതിലൊരാളായിരുന്നു ശൗരിക്കുട്ടി. ഡാൻഡസും സോണിയ റോസും തമ്മിലുള്ള മനസമ്മതത്തിനിടയിൽ ശൗരി എന്തെങ്കിലും ഇടങ്ങേറുണ്ടാക്കുമോ എന്നൊരു പേടി ഡാൻഡസിനും സോണിയയ്ക്കും മാത്രമല്ല ചാർലിക്കുമുണ്ടായിരുന്നു. പക്ഷേ ശൗരി ഇതുവരെ ശല്യത്തിനൊന്നും വന്നില്ല. ഓക്കിക്ക് ശേഷം ശൗരിക്കുട്ടി ശാന്തനും നിശബ്ദനുമാണെന്ന് ചാർലി വിലയിരുത്തി. ഇനി മനസമ്മതത്തിന് 2 ദിവസമേ ശേഷിക്കുന്നുള്ളൂ. ഊണ് കഴിക്കാനിരുന്നപ്പോൾ പതിവില്ലാതെ ചാർലി മകളോട് തിരക്കി, ശൗരി നിന്നെ വിളിക്കുവോ ഭീഷണിപ്പെടുത്തുവോ എന്തെങ്കിലും ചെയ്തോ? ഇല്ല പപ്പ. എന്താ ചോദിച്ചേ? അല്ല, അവൻ നിന്നെ കെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നല്ലോ പലതവണ. അത് കുറേ മുമ്പല്ലേ? ആ ഓക്കി വന്ന ശേഷം അവനെ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് സൈമൺ ചേട്ടനും പറഞ്ഞു. കടലിൽ നിന്ന് കഷ്ടിച്ചല്ലേ പപ്പ അയാൾ രക്ഷപ്പെട്ടത്. അതോടെ ഒരു പാഠം പഠിച്ചു കാണും. അതുമാത്രമല്ല, അവന് കുറേ നഷ്ടങ്ങളും സംഭവിച്ചു. അതും ഒരു പാഠമായിരിക്കും. എന്തുമായിക്കോട്ടെ, കുഴപ്പമൊന്നും കൂടാതെ മനസമ്മതവും കല്യാണവും നടന്നാൽ മതിയായിരുന്നു. റോസ്മേരി പാതി ആത്മഗതമായും അടുത്ത പാതി ഭർത്താവിനോടും മകളോടുമായും പറഞ്ഞു. രാത്രി ഭക്ഷണത്തിന് അല്പം മുൻപ് വരെ സോണിയ റോസ് ഊഞ്ഞാൽ കസേരക്കട്ടിലിരുന്ന് കാലുകൾ ആട്ടിയും പിന്നെ ചുരുണ്ടുകൂടിയിരുന്നും ചാരിക്കിടന്നുമൊക്കെ ഡാൻഡസിനോട് പ്രണയവർത്തമാനങ്ങൾ പറഞ്ഞു. ഭക്ഷണത്തിന് ശേഷം എല്ലാവരോടും ഗുഡ് നൈറ്റ് പറഞ്ഞ് മുറിയിൽ കടന്ന് വാതിലടച്ച് ഫോണിൽ കുറേ സമയം പ്രതിശ്രുത വരനോട് കൊഞ്ചി. മുറിയിൽ പറയുന്ന വർത്തമാനങ്ങൾ പുറത്തു കേൾക്കാതിരിക്കാൻ പതിവ് പോലെ മുറിയിലെ TV ഓൺ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. സംഭാഷണങ്ങൾ അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പ്രേമോക്തികൾ ഉരുവിട്ട് ഉമ്മകൾ കൈമാറി സ്വീറ്റ് ഡ്രീംസ് നേർന്ന് ഒടുവിൽ ഫോൺ ഓഫ് ചെയ്ത് ടീപ്പോയിൽ വെച്ചു. റിമോട്ടെടുത്ത് TV നിർത്താൻ ശ്രമിച്ചപ്പോൾ AC ഓഫായി. അപ്പോഴാണ് മനസ്സിലായത് റിമോട്ട് മാറിപ്പോയെന്ന്. AC ഓൺ ചെയ്ത ശേഷം അടുത്ത റിമോട്ടെടുത്ത് അവൾ TV ഓഫ് ചെയ്തു. ലിനൻ പുതപ്പ് വലിച്ചിട്ട് കഴുത്തുവരെ മൂടി. പച്ച ഫാൻസി ബൾബ് ഒഴികെ മറ്റുള്ളവ കിടന്നുകൊണ്ട് തന്നെ അണച്ചു. TVയിൽ നിന്ന് വീണ്ടും റോക്ക് മ്യൂസിക്. വോളിയവും കൂടിയിരിക്കുന്നു. ഇതെന്തു മറിമായം! TV താൻ ഓഫ് ചെയ്തില്ലായിരുന്നോ? ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കാറുണ്ട്. ഓഫായില്ലേ എന്ന് സംശയിച്ച് പവർ ബട്ടണിൽ ഒന്നുകൂടി പ്രസ് ചെയ്യും. ഓഫായിരുന്ന TV അപ്പോൾ വീണ്ടും ഓണാകും. എന്നാലും വോളിയം ഇതുപോലെ കൂടുമോ? സോണിയ റോസ് കൈമുട്ട് തലയിണയിലൂന്നി മറ്റേ കൈകൊണ്ട് ടീപ്പോയിന്മേൽ റിമോട്ട് പരതി. ടീപ്പോയിൽ റിമോട്ടില്ല. താഴെ വീണുപോയോ? അവൾ തലപൊക്കി നോക്കി. അപ്പോൾ അന്തരീക്ഷത്തിൽ തലയ്ക്ക് മീതെ റിമോട്ടിൻ്റെ ഒരറ്റം പ്രത്യക്ഷപ്പെട്ടു. പിന്നെ അത് പിടിച്ചിരിക്കുന്ന കയ്യുറയിട്ട കൈയും കണ്ടു. പിശാചിനെ കണ്ട പോലെ നടുങ്ങിക്കൊണ്ട് അവൾ നിലവിളിക്കാൻ ഭാവിച്ചതും കയ്യുറയിട്ട ഒരു കൈ അവളുടെ വായ് പൊത്തി. ഒച്ചയുണ്ടാക്കല്ലേ, മറ്റുള്ളവർ പേടിക്കും. തലയ്ക്ക് ഭാഗത്ത് മുട്ടിന്മേൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യരൂപം അവളോട് പതിയെ പറഞ്ഞു. ഗ്ലൗസിട്ട കൈ വായ്ക്ക് മീതെ അമർന്നിരുന്നതിനാൽ അവൾക്ക് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. നെഞ്ചിടിപ്പ് നിലച്ച് താനിപ്പോൾ മരിച്ചു പോയേക്കുമെന്ന് അവൾക്ക് തോന്നി. ഒച്ചയുണ്ടാക്കാതിരുന്ന നമുക്ക് 2 പേർക്കും നല്ലത്. മുഖംമൂടി ധരിച്ചിരുന്ന രൂപം സ്വരം താഴ്ത്തി പറഞ്ഞു. അയാൾ വായുടെ മീതെ അമർത്തിപ്പിടിച്ച കൈ അയച്ചു. നിങ്ങളാരാ? സോണിയ റോസ് വിറച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ ചെല്ലിക്കടപ്പുറത്തെ ശൗരിയുടെ ഡ്യൂപ്പാണ്. അയാൾ മുഖംമൂടി ഒരു വശത്തേക്ക് മാറ്റി. ശൗരി. സോണിയ റോസിന് പ്രാണൻ തിരിച്ചു കിട്ടിയതുപോലെയായി. എന്തിനാ ഇങ്ങനെ ഓരോരോ വേഷം കെട്ട് നടത്തി ബാക്കിയുള്ളവരെ പേടിപ്പിക്കുന്നേ? അവൾ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. ഞാൻ ശൗരിക്കുട്ടിയല്ല, അവൻ്റെ ഡ്യൂപ്പാണ്. ശരിക്കുള്ള ശൗരിക്കുട്ടി ബോട്ടിൽ കയറി കടലിപ്പണിക്ക് പോയിരിക്കുകയാണ്. അർജൻ്റായതുകൊണ്ട് അവൻ ഡ്യൂപ്പിനെ അയക്കണത്. എൻ്റെ അടുത്ത് തട്ടിപ്പൊന്നും വേണ്ട, എനിക്ക് മനസ്സിലായി, സോണിയ പറഞ്ഞു. നിനക്ക് ഒരു കുന്തവും മനസ്സിലായിട്ടില്ലെന്ന് ഞാനിപ്പോൾ തന്നെ മനസ്സിലാക്കി തരാം. ദാ ഇത് കണ്ടോ? അയാൾ ഒരു കടാര എടുത്തു കാട്ടി. ഇത് നിന്നെ കൊല്ലാനുള്ളതാണ്. അതിനുശേഷം ഒരു കൈത്തോക്ക് എടുത്തു കാണിച്ചു. ഇത് നിന്റെ കെട്ടിയവനാകാൻ കുറിയെടുത്തിരിക്കണ ഡാൻഡസിനെ കൊല്ലാനുള്ളതാ. അതെല്ലാം കണ്ടപ്പോൾ സോണിയയ്ക്ക് ഭയം തോന്നി. എന്താ നിങ്ങൾക്ക് വേണ്ടത്? എനിക്കല്ല, ശൗരിക്കുട്ടിക്ക്. അവന് നിന്നെ കല്യാണം കഴിക്കണം. കഴിക്കുമെന്ന് അവൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ.
എൻ്റെ മാരേജ് ഫിക്സ് ചെയ്തു. സൈമൺ അങ്കിളിൻ്റെ മകൻ ഡാൻഡസുമായിട്ട് മറ്റന്നാൾ ഞങ്ങളുടെ മനസ്സമ്മതമാണ്. എന്തു കുന്തമായാലും അത് നടക്കില്ല. ശൗരിക്കുട്ടി നടത്തണ്ടെന്ന് തീരുമാനിച്ച നടക്കില്ല. പള്ളിയിൽ വിളിച്ചു ചൊല്ലി. ഹോൾ ബുക്ക് ചെയ്തു. ഈവന്റ് മാനേജ്മെൻറ്റിന് പന്തലും സൽക്കാരവും ഓർഡറാക്കി. ക്ഷണിക്കാനുള്ളവരെയെല്ലാം ക്ഷണിച്ചു. ഇനി ഇത് മുടക്കാൻ പോവുകയാണോ? എന്തൊരു നാണക്കേടാ. ലോകം മുഴുവൻ അറിയും. പിന്നെ സൂയിസൈഡ് ചെയ്താൽ മതി. ഇനി ഒരു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. അതെല്ലാം തീരുമാനിച്ച പോലെ തന്നെ നടന്നോട്ടെ. മനസ്സമ്മതത്തിൻ്റെ ചടങ്ങിന് പള്ളിയിൽ അച്ഛൻ നിന്നോട് ചോദിക്കുമല്ലോ. മിശിഹായുടെ നിയമവും സഭയുടെ നടപടിക്രമങ്ങളും അനുസരിച്ച് ഈ നിൽക്കുന്ന കാരക്കാട്ട് ഡാൻഡസിനെ കെട്ടാൻ നിനക്ക് സമ്മതമാണോന്ന്? അങ്കലാപ്പോടെ സോണിയ റോസ് അയാളുടെ മുഖത്തേക്ക് നോക്കി. അപ്പ നീ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. അല്ലാന്ന്. അത്രയും മാത്രം. വേറൊന്നും വേണ്ട. നിങ്ങൾ എന്താ ഈ പറയുന്നത്? അതൊന്നും നടക്കില്ല. പള്ളിയിൽ വെച്ച് ഞാൻ ഡാൻഡസിനെ കല്യാണം കഴിക്കാൻ സമ്മതമല്ലെന്ന് പറയാനോ? എന്നെ കൊന്നാലും ശരി, പറ്റില്ല. നിന്നെയല്ല, അവനെ കൊല്ലും. പള്ളി വെച്ച് അതേന്ന് നീ ഉത്തരം പറഞ്ഞാൽ ഉണ്ടല്ലോ, കല്യാണത്തിന് താലി കെട്ടാൻ അവൻ ജീവനോടെ ഇരിക്കത്തില്ല. സോണിയ നടുങ്ങിപ്പോയി. ശൗരിക്കുട്ടി പറഞ്ഞതാ. കടുകിടയ്ക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറത്തില്ല. ഇതിനു മുൻപ് അവൻ്റെ നിന്റെ മനസ്സമ്മതം തീരുമാനിച്ചപ്പം അവൻ്റെ 2 കാലും മുടിഞ്ഞു. അവൻ എണീറ്റ് നടക്കാറായതേ ഉള്ളൂ. ഇനി അവൻ്റെ തലയാ പോണത്. തലയില്ലാത്ത ഒരുത്തനെ നിനക്ക് ഭർത്താവായിട്ട് വേണ്ടല്ലോ. ശൗരിക്കുട്ടി, ദൈവത്തെ ഓർത്ത് ഞങ്ങളെ. ശൗരിക്കുട്ടിയല്ല, അവൻ്റെ ഡ്യൂപ്പാ. അവനിപ്പോൾ കടലില്ല. എന്തിനാ ഇങ്ങനെ മുഖത്തു നോക്കി കള്ളം പറയുന്നത്? എനിക്ക് കണ്ടാലറിയില്ലേ? ശബ്ദം കേട്ടാലറിയില്ലേ? കണ്ടാലും കേട്ടാലും ഒരേപോലെ ഇരിക്കും. അതിനാ ഡ്യൂപ്പെന്ന് പറയണത്. നീ സമ്മതിച്ചില്ലെങ്കിൽ ഒരു കാര്യം കൂടി ശൗരിക്കുട്ടി പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അയാൾ പോക്കറ്റിൽ നിന്ന് ഒരു താലിമാല എടുത്തു കാട്ടി. ഇത് നിന്റെ കഴുത്തിൽ കെട്ടണം. ദാ ഇങ്ങനെ. അയാൾ കഴുത്തിന് നേർക്ക് മാല കൊണ്ടുവരുന്നത് കണ്ട് അവൾ മുഖം വെട്ടിച്ചു. ഒരു തവണ ശൗരിക്കുട്ടി നിന്നെ കെട്ടിയതാ, തുമ്പോളി കടപ്പുറത്ത് വെച്ച്. ഇത് 2ാമത്തെ കെട്ടാ. നിന്നെ 3 കെട്ടുമെന്നല്ലേ അന്ന് ശൗരി പറഞ്ഞത്? 3ാം കെട്ട് പള്ളി വെച്ച് ശൗരിക്കുട്ടി തന്നെ കെട്ടിക്കോളും. വേണ്ട, ഞാൻ സമ്മതിക്കില്ല. നീ സമ്മതിക്കും. ഡാൻഡസ് ജീവനോടിരിക്കണ്ടേ? തലയില്ലാത്ത ഡാൻഡസിനെ നീയൊന്ന് സങ്കല്പിച്ചു നോക്ക്. കണ്ടോ, കാണാൻ ഒരു രസവുമില്ലല്ലോ. ഇങ്ങോട്ട് വാ. പിന്നോട്ട് വളയാൻ സോണിയയ്ക്ക് സ്ഥലമൊന്നും ബാക്കിയില്ലായിരുന്നു. മാല അവളുടെ കഴുത്തിന് ചുറ്റും വീണു. അത് മരണക്കുടുക്കാണെന്ന് അവൾക്ക് തോന്നി. നിനക്കിതൊന്നും സമ്മതമല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ ആദ്യരാത്രിയും കൂടി ആഘോഷിച്ചിട്ട് പോന്നാ മതിയെന്ന ശൗരിക്കുട്ടി പറഞ്ഞത്. സോണിയ പിന്നെയും നടുങ്ങി. ഏത് ശൗരിക്കുട്ടി? ഈ ശൗരിക്കുട്ടിയല്ലാതെ വേറെ ഏത് ശൗരിക്കുട്ടിയാ? സോണിയ അമർഷത്തോടെ അവനെ തുറച്ചു നോക്കി. ഇത് ഡ്യൂപ്പാണെന്ന്. ഡ്യൂപ്പാണോ താലി കെട്ടുന്നതും ഫസ്റ്റ് നൈറ്റിന് വരുന്നതും? സോണിയ രോഷാകുലിയായി. ശൗരിക്കുട്ടിക്ക് അങ്ങനെ ആയാലും മതി, കുഴപ്പമില്ല. സമയക്കുറവ് കൊണ്ടാണ്. എനിക്കിപ്പോൾ ഒരു മറുപടിതാ. മറ്റന്നാൾ പള്ളിയിൽ അച്ഛൻ്റെ ചോദ്യത്തിന് അല്ല എന്ന് പറയാൻ റെഡിയാണോ? നിന്റെ മറുപടി കേട്ടിട്ട് വേണം ശൗരിക്കുട്ടി എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഓരോന്നായിട്ട് ചെയ്യാൻ. ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ ഇയാളെന്നെ റേപ്പ് ചെയ്യോ? റേപ്പാണോ? അങ്ങനൊന്നും പറയല്ലേ. ആദ്യ രാത്രി റേപ്പെന്ന് പറയുമ്പോൾ അതിൻ്റെ വിശുദ്ധി പോയില്ലേ? ഞാൻ എതിർത്ത അത് റേപ്പ് അറ്റംപ്റ്റ് തന്നെയാ. എതിർക്കാനൊന്നും സമയം കിട്ടത്തില്ല നിനക്ക്. ദാ ഇത് കണ്ടോ ക്ലോറോഫോം? ഇത് ദാ ഇതുപോലെ ഒരു തുവാലയിലോട്ട് പിടിച്ച് ചെയ്യുന്നു. നിന്റെ മൂക്കിന് നേർക്ക് പിടിച്ച്. സോണിയ മുഖം വെട്ടിച്ചു. സമയം തീരെയില്ല. മറുപടി പറ. എനിക്ക് ജോലി തീർത്തിട്ട് പോണം. ശൗരിക്കുട്ടി വെയിറ്റ് ചെയ്യുക ബോട്ടിൽ. സോണിയ റോസ് അയാളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി അല്പനേരം ഇരുന്നു. ഇത് ആലോചിച്ച് വരും വരായിക നോക്കിയിട്ട് ചെയ്യേണ്ട കാര്യമല്ല. ഒരു മറുപടി കിട്ടിയാൽ മതി. യെസ് ഓർ നോ. ബാക്കി ശൗരിക്കുട്ടി ചെയ്തോളും. എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞാൽ പിന്നെ അത് തിരുത്താനും പറ്റത്തില്ല. ഞങ്ങളുടെ കല്യാണം മുടക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? സോണിയയ്ക്ക് കരച്ചിൽ വന്നു. നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാ. ശനിയാഴ്ചയാണല്ലോ നിന്റെ മനസ്സമ്മതം. അത് നടന്നാലും നടന്നില്ലെങ്കിലും തിങ്കളാഴ്ച കാരക്കാട്ട് ബംഗ്ലാവ് ജപ്തിയാ. അടിച്ചിറക്കും ശൗരിക്കുട്ടി എല്ലാത്തിനെയും അതിനകത്തുനിന്ന്. അവൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞ അടിവേരു വരെ മാന്തി കുഴിച്ചെടുത്ത് നശിപ്പിക്കും. നീ അവൻ്റെ ഭാര്യയാകാൻ പോയാ റോഡിലിറങ്ങി തെണ്ടും. മനസ്സിലായോ? എന്നാലും ഡാൻഡസ് ഒരു കലാകാരനല്ലേ? ആ കഴിവൊന്നും നിങ്ങൾക്ക് നശിപ്പിക്കാൻ പറ്റില്ലല്ലോ. തൊണ്ടയിടറിക്കൊണ്ട് അവൾ ചോദിച്ചു. അത് നശിപ്പിക്കും. വയലിൻ വായിക്കണ അവൻ്റെ കയ്യിലെ 5 വിരലും കോതിക്കളയും. അവനെ കള്ളുകുടിപ്പിച്ച് ഒന്നിനും കൊള്ളാത്തവനാക്കും. ശൗരിക്കുട്ടി ശപഥം ചെയ്തു വച്ചിരിക്കുന്നതാ. അതിനു പകരം പള്ളിയിൽ വെച്ച് മനസ്സമ്മതത്തിന് നീ അവനെ തള്ളിപ്പറഞ്ഞ ശൗരിക്കുട്ടി പിന്നെ അവനെ ഉപദ്രവിക്കത്തില്ല, വിട്ടുകളയും.
ഏതാ വേണ്ടത്? പള്ളിയിലച്ഛൻ ചോദിക്കുമ്പം സമ്മതമല്ലാന്ന് പറയാം. പറ്റുമോ? പറയാം. സോണിയ കണ്ണീരോടെ സമ്മതിച്ചു. ഡാൻഡസിനെ കെട്ടാൻ സമ്മതമാണോന്ന് പള്ളിയിലച്ഛൻ ചോദിക്കുമ്പം എന്തു പറയും നീ? അല്ലെന്ന്. ഓക്കെ, പറഞ്ഞ വാക്ക് തെറ്റിക്കില്ലേ? അയാൾ മുന്നറിയിപ്പ് നൽകി. സോണിയ തല കുമ്പിട്ടിരുന്ന് തേങ്ങി. അധ്യായം 36. മടക്കിയ കാൽമുട്ടുകൾക്ക് മീതെ കൈ കെട്ടി അതിന്മേൽ നെറ്റി ചായ്ച്ച് കണ്ണു തുടച്ചും മൂക്ക് പിഴിഞ്ഞും സോണിയ അല്പനേരം ഇരുന്നു. പിന്നെ മുഖമുയർത്തി. കട്ടിലിൽ ശൗരിക്കുട്ടിയില്ല. മുറിയിലെമ്പാടും നോക്കി. ശൗരിക്കുട്ടിയെ കാണാനില്ല. അവനെങ്ങനെ മുറിക്കുള്ളിൽ കിടന്നു? എങ്ങനെ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി? വാതിൽ അടഞ്ഞു കിടക്കുന്നു. സോണിയ റോസ് എഴുന്നേറ്റ് വാതിൽക്കലെത്തി. വാതിൽ തുറന്നു നോക്കി. അവൾ ഞെട്ടിപ്പോയി. വാതിലിനപ്പുറം പപ്പ. നീ കിടന്നോന്ന് നോക്കാൻ വന്നതാ, ചാർലി അവളോട് പറഞ്ഞു. നീ എന്തിനാ ഇപ്പം വാതിൽ തുറന്നത്? വെറുതെ. വാതിലടയ്ക്കാൻ പോകുമായിരുന്നു. വാതിലടഞ്ഞാണല്ലോ കിടന്നത്. കുറ്റിയിടാൻ വന്നതാ പപ്പ. ആ ചെല്ലിക്കടപ്പുറത്തെ ശൗരി നിന്നെ ഫോണിൽ വിളിച്ചിരുന്നോ? സോണിയയ്ക്ക് ഉൾക്കിടിലമുണ്ടായി. ഇല്ല പപ്പ. അവൻ ആരോടൊക്കെയോ പറഞ്ഞുകൊണ്ട് നടക്കണുണ്ടെന്ന്. നിന്റെ മനസ്സമ്മതം നടക്കത്തില്ലെന്നും കല്യാണം മുടങ്ങുമെന്നും. പപ്പയോട് തുറന്നു പറയണോ? പറയാതിരിക്കുന്നതാണോ നല്ലത്? പറഞ്ഞാൽ പപ്പയ്ക്ക് ശൗരിക്കുട്ടിയെ തടയാൻ കഴിയുമോ? സോണിയ ചിന്താക്കുഴപ്പത്തിലായി. അവനെ സൂക്ഷിക്കണം. സോണിയയുടെ ചിന്തകളെ ചിതറിച്ചുകൊണ്ട് ചാർലി പറഞ്ഞു. മൂർഖന, രാജവെമ്പാല, വാലിനറ്റത്തുവരെ വിഷമ. കടലിപ്പോയി ബോട്ട് തകർന്ന് എത്ര ദിവസമാ കിടന്നത്? എന്നിട്ടും ചത്തില്ല. അവനൊരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും. പപ്പയ്ക്ക് പേടിയുണ്ടോ ശൗരിക്കുട്ടി എൻ്റെ മനസ്സമ്മതം മുടക്കുമെന്ന്? സോണിയ ചോദിച്ചു. അവൻ എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. പക്ഷേ പള്ളി വെച്ചല്ലേ മനസ്സമ്മതം. അവിടെ അവൻ്റെ അഭ്യാസമൊന്നും നടക്കത്തില്ല. പള്ളിയിലച്ഛൻ്റെ മുൻപിൽ അവൻ എന്തു ചെയ്യാനാ? ഡാൻഡസിനെ ഉപദ്രവിക്കോ പപ്പ? സോണിയ തൻ്റെ ഭയം പങ്കുവച്ചു. അതും അതിലപ്പുറവും ചെയ്തെന്നിരിക്കും. എന്തു ചെയ്യാനും മടിയില്ലാത്തവനാ. അവന് നെറിയില്ല. പിഴച്ചുണ്ടായവനല്ലേ. ശൗരിക്കുട്ടി സൈമൺ അങ്കിളിൻ്റെ മകൻ തന്നെയല്ലേ പപ്പ? ആളുകൾ അങ്ങനെ പല അപവാദവും പറയും. നമ്മൾ അതിനൊന്നും ചെവി കൊടുക്കരുത്. എന്നാലും സത്യം അതല്ലേ പപ്പ? ആ, എനിക്കത് തീർച്ചയില്ല. ഡാൻഡസ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നോട് ശൗരിക്കുട്ടി സൈമൺ അങ്കിളിൻ്റെ മകനാണെന്ന്. ആയിരിക്കും. അതാ പറഞ്ഞത് സൂക്ഷിക്കണമെന്ന്. പിഴച്ചുണ്ടായവർക്ക് നേരും നെറിയും കുറവാ. നീ ഡാൻഡസിനെ നോക്ക്. അവൻ എത്ര മര്യാദക്കാരനാ. എന്തു നല്ല സ്വഭാവമാ. പോരെങ്കിൽ ഒന്നാന്തരം കലാകാരൻ. എല്ലാവർക്കും എന്തൊരിഷ്ടമാ ഡാൻഡസിനോട്. അതുപോലാണോ ശൗരി? അവന് മര്യാദയുണ്ടോ? അന്തസ്സുണ്ടോ? എന്തു പോക്കൃത്തരവും കാണിക്കും. ആരെയും തല്ലും. കൊല്ലാനും മടിയില്ല. ശൗരിയും ഡാൻഡസും ഒരേ തന്തയുടെ മക്കളായിട്ടും എങ്ങനെയാ വ്യത്യാസം വന്നോ? അതാണ് പിഴച്ചുണ്ടായതും കുടുംബത്തിൽ പിറന്നതും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായെന്ന മട്ടിൽ സോണിയ തലയാട്ടി. ശൗരി വിളിച്ച നീ ഫോൺ എടുക്കണ്ട. അവൻ ചിലപ്പോൾ മനസ്സമ്മതം മുടക്കാൻ നോക്കിയേക്കും. നിന്നെ ഭീഷണിപ്പെടുത്താനും സാധ്യതയുണ്ട്. ഭീഷണിപ്പെടുത്തിയ ഞാൻ എന്തു ചെയ്യണം? സോണിയ ചോദിച്ചു. എന്നോട് പറയണം. നമുക്ക് പോലീസിനെ അറിയിക്കാൻ വേണ്ട മുൻകരുതലെടുക്കാം. ആ വൈരാഗ്യത്തിന് ശൗരിക്കുട്ടി ഡാൻഡസിനെ ഉപദ്രവിച്ചാലോ? ഒന്നാമത് കാരക്കാട്ടുകാരെല്ലാം ശൗരിക്കുട്ടിയുടെ ശത്രുക്കളാ. അവരെയെല്ലാം നശിപ്പിക്കുമെന്ന് ശപഥം ചെയ്തിരിക്കുക. ശൗരിക്കുട്ടി ഡാൻഡസിനെ അപായപ്പെടുത്തിയാലോ? അങ്ങനൊക്കെ പേടിച്ച കല്യാണം നടത്താൻ പറ്റുമോ? ഡാൻഡസിനെ അപായപ്പെടുത്തിയിട്ട് അവനെ നെഞ്ചുവിരിച്ച് നടക്കാൻ പറ്റുമോ? ഇവിടെ പോലീസും കോടതിയുമില്ലേ. ശൗരി വന്ന വിവരം പറഞ്ഞാലോ എന്ന് അവൾ ഒന്നും കൂടി ആലോചിച്ചു. നീ വാതിലടച്ച് പോയി കിടന്നുറങ്ങ. നാളെ ഒരു ദിവസം കൂടി കടന്നു കിട്ടിയാൽ മതിയല്ലോ. ചെല്ല്. ശരി പപ്പ. സോണിയ റോസ് മെല്ലെ വാതിലടച്ചു. ചാർലി തിരികെ നടന്നു. സോണിയ ആദ്യം മുകളിലെ ടവർ ബോൾട്ടിട്ടു. പിന്നെ മധ്യഭാഗത്തെ ഓടാമ്പലും ഇട്ടു. അതിനുശേഷം ഡ്രസ്സിംഗ് ടേബിളിന് നേർക്ക് തിരിഞ്ഞു. പെട്ടെന്ന് നടുങ്ങിക്കൊണ്ട് അവളൊരു ശബ്ദമുണ്ടാക്കി. ശൗരിക്കുട്ടി മാറിൽ കൈകെട്ടി അവളെ നോക്കിക്കൊണ്ട് ഡ്രസ്സിംഗ് ടേബിളിന് മുൻപിൽ. അവനെങ്ങനെ വീണ്ടും മുറിയിൽ കിടന്നു. താനും പപ്പയും സംസാരിച്ചതെല്ലാം അവൻ കേട്ടുപോ? സോണിയ ഭീതിയോടെ അവനെ നോക്കി. ഇങ്ങടുത്തു വാ. ശൗരിക്കുട്ടി കൈകാട്ടി വിളിച്ചു. സോണിയ അറച്ചറച്ച് അടുത്തേക്ക് വന്നു. ഞാൻ വന്ന വിവരം പപ്പയോട് പറഞ്ഞോ? ഇല്ല. പറയാൻ വേണ്ടി പലതവണ ഊന്നി ഇല്ലേ? ഇല്ല. നിന്റെ മുഖത്ത് ഞാൻ കണ്ടല്ലോ. ഇപ്പം തന്നെ പറഞ്ഞേക്കാം എന്നൊരു ഭാവം. ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ ആദ്യരാത്രി തുടങ്ങി വെച്ചേനെ. തുടങ്ങണോ? വേണ്ട. നാളെ പറയോ പപ്പയോട് സത്യങ്ങളെല്ലാം? ഇല്ല. നീ എപ്പോൾ പറഞ്ഞാലും ഞാൻ അറിയും. നാളെ നീ പറഞ്ഞാൽ നാളെയാ നമ്മുടെ ആദ്യരാത്രി. വേണമെങ്കിൽ ഇപ്പം തന്നെ നടത്താം. ഞാൻ റെഡിയാ. വേണ്ട.
എപ്പോഴായാലും വേണ്ടതാ. എങ്ങനെയാ ഈ റൂമിൽ പിന്നെയും കയറിയത്? ഞാൻ മായാവിയ, മാൻഡ്രേക്ക, ഫാൻറ്റമ്മ. എനിക്കെന്തും സാധിക്കും. നീ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഞാൻ അപ്രത്യക്ഷനാകും. ഒന്ന് കുനിഞ്ഞു നിവരുമ്പോഴേക്കും നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. എനിക്കൊരു താക്കോൽദാരം മതി അകത്ത് കയറാനും പുറത്തു പോകാനും. മനുഷ്യൻ്റെ മനസ്സ് വായിക്കുന്ന വിദ്യ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഈ പറയുന്നതെല്ലാം സത്യമാണോ അതോ കള്ളത്തരമാണോ? സോണിയയ്ക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇനി ഞാനങ്ങ് പോവുക. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പള്ളിയിലച്ഛൻ സമ്മതം ചോദിക്കുമ്പം അല്ലാന്ന് പറയണം. അതിൻ്റെ വില ഡാൻഡസിൻ്റെ ജീവനാ. പോട്ടെ. അവൻ അവളുടെ തോളത്ത് തട്ടി. പിന്നെ മെല്ലെ തിരിഞ്ഞു നടന്നു. വാതിൽക്കലെത്തി ടവർ ബോൾട്ട് എടുത്തു. സോണിയ ഇമ ചിമ്മി തുറക്കുമ്പോഴേക്കും ലൈറ്റുകൾ അണഞ്ഞു. പിന്നെ കറണ്ട് വന്നപ്പോൾ ശൗരിക്കുട്ടി മുറിയിലില്ലായിരുന്നു. വെള്ളിയാഴ്ചയാണ്. രാവിലെ ഡെന്നിച്ചനും ശൗരിക്കുട്ടിയും സാധനങ്ങൾ അടുക്കുന്നത് കണ്ടപ്പോൾ മേബിളിന് പന്തികേട് തോന്നി. അവൾ എമിലിയോട് ചോദിച്ചു, അവരെ എന്നാ ചെയ്യാൻ പോവുക? സാധനങ്ങളൊക്കെ ചെല്ലിക്കടപ്പുറത്തോട്ട് കൊണ്ടുപോവാ മോളെ. അതെന്നാത്തിനാ അങ്ങോട്ട് കൊണ്ടുപോണത്? അവിടുത്തെ വീടിൻ്റെ പണിയൊക്കെ ഏതാണ്ട് തീർന്നല്ലോ. ഇനി അങ്ങോട്ട് താമസം മാറ്റണ്ടായോ? ഇവിടെ താമസിച്ചാലെന്നാ? എൻ്റെ മോളെ, ഇത് നിങ്ങളുടെ വീടല്ലേ. എന്നും ഞങ്ങൾക്കിവിടെ താമസിക്കാൻ പറ്റുമോ? ഇത് നിങ്ങളുടെയും കൂടെ വീടാണല്ലോ. ചേട്ടായിയല്ലേ ഈ വീട് പുതുക്കിപ്പണിതത്. അതൊക്കെ ശരിയാ മോളെ. എന്നാലും നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി കിടക്കണത് ഒരു സന്തോഷം. അതോടെ മേബിളിന് തീർച്ചയായി. ശൗരിക്കുട്ടിയും കുടുംബവും ഈ വീട് വിട്ടു പോവുകയാണ്. അവരെ തടയാൻ തനിക്ക് പറ്റില്ല. അത് ന്യായവുമല്ല. മേബിളിൻ്റെ മിഴികൾ എപ്പോഴും നിറഞ്ഞു തന്നെയിരുന്നു. ശൗരിക്കുട്ടി സ്നേഹമില്ലാത്തവനാണെന്ന് അവൾ തന്നോട് തന്നെ പറഞ്ഞു. അല്ലെങ്കിൽ ഈ വീടുപേക്ഷിച്ച് പോകുമോ? താൻ എന്തെല്ലാം ചെയ്തു കൊടുത്തു? ശൗരിക്കുട്ടിക്ക് ഏറ്റവും രുചികരമായ വിധത്തിൽ ചോറും കറികളും ഉണ്ടാക്കി. അവൻ്റെ വസ്ത്രങ്ങൾ അലക്കി ഇസ്തിരിയിട്ടു. അവൻ കിടക്കുന്ന മുറി എന്നും തൂത്തു തുടച്ചു. എന്നും അവൻ്റെ കിടക്കവിരി മാറ്റി പുതിയത് വിരിക്കുകയും തലയിണയിൽ സുഗന്ധലേപനം പുരട്ടുകയും ചെയ്തു. അവൻ വീട്ടിലെത്താൻ വൈകുന്ന രാത്രികളിൽ ഉറക്കിളച്ച് അവനു വേണ്ടി കാത്തിരുന്നു. അവന് സൽബുദ്ധി തോന്നിക്കുവാനും അവൻ നടക്കുന്ന വഴികൾ സുരക്ഷിതമായിരിക്കാനും വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ ചുഴലിക്കാറ്റിൽപ്പെട്ട് നടുക്കടലിൽ നട്ടം തിരിഞ്ഞപ്പോൾ അവൻ്റെ തകർന്ന ബോട്ടിനെ ആ തുരുത്തിലേക്ക് അടുപ്പിച്ചതും അവനെ രക്ഷപ്പെടുത്തിയതും തൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയും കണ്ണുനീരിൻ്റെ ചൂടുമാണെന്ന് അവൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. എന്നിട്ടും അതൊന്നും അറിയാത്ത പോലെ തൻ്റെ മനസ്സ് കാണാതെ അവൻ കടന്നു കളയുന്നു. ഒരു കവർച്ചക്കാരൻ വീട് മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് സ്ഥലം വിടുന്ന പോലെ. ലൈസാമ്മയോ മൈക്കേലോ പോലും വിചാരിച്ചതല്ല ശൗരിക്കുട്ടിയും കുടുംബവും ഇന്ന് ഈ വീട് വിട്ടു പോകുമെന്ന്. ശൗരിക്കുട്ടിയുടെ തീരുമാനങ്ങൾ അപ്രതീക്ഷിതമാണ്. പലപ്പോഴും അതിൽ നിന്ന് വ്യതിചലിക്കാറുമില്ലെന്ന് അറിയാമെങ്കിലും മൈക്കേൽ ചോദിച്ചു, ഇന്ന് തന്നെ പോണോ? പോണം, ശൗരിക്കുട്ടി പറഞ്ഞു. വീടിൻ്റെ പണിയൊന്നും തീർന്നില്ലല്ലോ. ഇനി നമ്മളും കൂടെ ഒപ്പം നിന്ന് ചെയ്യിക്കേണ്ട പണികളൊക്കെയാ. മേബിൾ സങ്കടപ്പെട്ട് ഇടയ്ക്കിടെ ശൗരിക്കുട്ടിയെ നോക്കുന്നുണ്ട്. പക്ഷെ അവനത് കാണുന്നില്ല. നിന്റെ കണ്ണെന്താടി ചുമന്നിരിക്കുന്നത്? മൈക്കേൽ പെങ്ങളോട് ചോദിച്ചു. അത് രാവിലെ ഒരു കരട് പോയതാ, അവൾ പറഞ്ഞു. 2 കണ്ണിലും പോയോ? പോയി. അവൾ മൈക്കേലിൻ്റെ മുൻപിൽ നിന്ന് പോയി കളഞ്ഞു. സാധനങ്ങളെല്ലാം ശൗരിക്കുട്ടി വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയി. 4 മണി കഴിഞ്ഞ നേരത്ത് യാത്ര പറയാനായി തിരിച്ചു വന്നു. ഞങ്ങൾ അങ്ങോട്ട് പോയാലും കൂടെ കൂടെ വരും. മൈക്കലിൻ്റെ വീട് എൻ്റെയും കൂടി വീടാ, ശൗരിക്കുട്ടി എല്ലാവരോടുമായി പറഞ്ഞു. ഞങ്ങളുടെ വീട് കടലിടിച്ച് തകർത്തപ്പം ഈ വീട്ടിലാണല്ലോ ഞങ്ങൾക്കെല്ലാം തലചായ്ക്കാൻ പറ്റിയത്. എത്ര ദിവസം മൈക്കേലും ഞാനും തമ്മിൽ പണ്ടേ അങ്ങനെയാ. പോട്ടെടാ. മൈക്കേൽ വല്ലായ്മയുടെ തലയാട്ടി. ലൈസാമ്മയോടും മേബിളിനോടും എമിലി യാത്ര പറഞ്ഞു. അവരെ കൊണ്ടുവിടാൻ മൈക്കേലും കൂടെ ഇറങ്ങി. എല്ലാവരും കണ്ണിൽ നിന്ന് മറഞ്ഞതും മേബിൾ ഓടിപ്പോയി തൻ്റെ കിടക്കയിൽ ചെന്നിരുന്ന് വെങ്ങിപ്പൊട്ടി. നീല നിറമുള്ള ചെറിയ മാരുതി കാർ എമിലിയുടെ വീട്ടുമുറ്റത്ത് വന്ന് നിന്നു. അതിൽ നിന്ന് റെജീനയും ജോജോയും ഇറങ്ങി. എമിലി ഇറങ്ങിച്ചെന്ന് അനുജത്തിയെയും ഭർത്താവിനെയും സ്വീകരിച്ചു. നീ എവിടെ പോകാനാടി രാവിലെ ചമഞ്ഞൊരുങ്ങി ഇറങ്ങിയേക്കണത്? ജോജോയും റെജീനയും മോടിയായി വസ്ത്രധാരണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഡാൻഡസിൻ്റെ മനസ്സമ്മതമല്ലേ? ഇന്നലെയും കൂടെ ഞാൻ ചേച്ചിയെ വിളിച്ച് പറഞ്ഞതല്ലായിരുന്നോ? ഓ, അതിന് പോകാൻ ഇറങ്ങിയതാണോ? എമിലിയുടെ ചുണ്ടുകളിൽ നിന്നൊരു നിന്നാഹാസം പൊഴിഞ്ഞു. അറയ്ക്കൽ ചാർലി സാർ ഞങ്ങളെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. ഇവിടെയും ക്ഷണിക്കേണ്ടതാണല്ലോ. ഇവിടെന്തിനാ ക്ഷണിക്കുന്നത്? ഞങ്ങൾ അറയ്ക്കൽ ചാർലിയുടെ ആരാ? എമിലി നീരസത്തിൽ പറഞ്ഞു. ക്ഷണിച്ചില്ലെങ്കിൽ അതിവിടുത്തെ കയ്യിലിരിപ്പ് കൊണ്ടാ. അല്ലെങ്കിൽ ക്ഷണിച്ചേനെ. ഓ, നമ്മളെ ആരും ക്ഷണിക്കുകയും വേണ്ട, ആരുടെ കല്യാണം കൂടണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനാ? ചേച്ചി ഈ കല്യാണത്തിന് വരണം. ചേച്ചിയെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയാ ഞങ്ങൾ കാറുമായിട്ട് വന്നേക്കണത്. ഞാൻ എന്തിനാടി വല്ലവൻ്റെയും മനസ്സമ്മതവും സൽക്കാരവും കൂടണത്?
കാരക്കാട്ട് ഡാൻഡസ് സൈമൺ ചേച്ചിക്ക് വല്ലവനുമാണോ? പിന്നല്ലാതെ, എൻ്റെ ആരാ അവൻ? ചേച്ചിയുടെ ആരുമല്ലേ? അല്ലെന്ന് ആര് പറഞ്ഞു? റെജീന ആവേശഭരിതയായി. ജോജോ അവളുടെ കൈമുട്ടിൽ തോണ്ടി. റെജീനയും അവനും തമ്മിൽ കണ്ണുകൾ കൊണ്ട് ചില സൂചനകൾ കൈമാറി. ചേച്ചി, ആ സൈമൺ തരകൻ്റെ മകനാണല്ലോ ഇവിടുത്തെ ശൗരി. അങ്ങനെ നോക്കുമ്പം ഡാൻഡസ് അവൻ്റെ കൂടപ്പിറപ്പായിട്ട് വരുമല്ലോ. അതൊക്കെയാ ഞാൻ ഉദ്ദേശിച്ചത്. റെജീന പിടികൊടുക്കാതെ വഴുതി മാറി. എനിക്ക് കാരക്കാട്ട് ബന്ധുക്കളില്ല. സൈമൺ തരകൻ എൻ്റെ ആരുമല്ല. ശൗരിക്കുട്ടിക്കും കാരക്കാട്ട് സ്വന്തക്കാരില്ല. ഈ മുറ്റത്ത് വെച്ച് ശൗരിക്കുട്ടി സൈമൺ തരകനോട് ചോദിച്ചതാ, നിങ്ങളെൻ്റെ അപ്പനാണോന്ന്. അല്ലെന്ന് പറഞ്ഞതോടെ അവൻ അവസാനത്തെ ചരടും മുറിച്ചു കളഞ്ഞു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചേച്ചിക്ക് ഒഴിഞ്ഞുമാറാൻ പറ്റില്ല. ചേച്ചി ഈ മനസ്സമ്മതത്തിന് വരണം. ചേച്ചി കൂടെ വേണം. ഡാൻഡസിനെ മനസ്സുകൊണ്ടെങ്കിലും ആശീർവദിക്കണം. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ പെണ്ണെ? എമിലി അവളെ ശാസിച്ചു. എങ്കിൽ ചേച്ചി ഒരു കാര്യം ചെയ്യ. ചുമ്മാ എൻ്റെ കൂടെ വാ. പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. അതിന് കുഴപ്പമില്ലല്ലോ. എനിക്ക് ഇപ്പം തന്നെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കേണ്ട അത്യാവശ്യമൊന്നുമില്ല. റെജീന എത്ര നിർബന്ധിച്ചിട്ടും എമിലി വഴങ്ങുന്നില്ല. എൻ്റെയും എൻ്റെ മോൻ്റെയും ശത്രുക്കളാ കാരക്കാട്ടുകാർ. അവരുടെ കല്യാണം കൂടാൻ എൻ്റെ പട്ടി പോലും വരത്തില്ല, എമിലി തീർത്തു പറഞ്ഞു. റെജീനയ്ക്ക് ദേഷ്യം കയറി. ചേച്ചി വരുന്നില്ലെങ്കിൽ ചേച്ചിയുടെ പുന്നാര മകനോട് വരാൻ പറ. ഇവിടെ ഒരുത്തനുണ്ടല്ലോ കല്യാണം മുടക്കി. അവൻ എൻ്റെ അടുത്ത് വെല്ലുവിളിച്ച് പറഞ്ഞതല്ലേ ഈ കല്യാണം നടക്കത്തില്ലെന്ന്. അവൻ വന്ന് കാണട്ടെ. ശൗരിക്കുട്ടി ചെറുചിരിയോടെ വാതിൽ കടന്ന് തിണ്ണയിലേക്ക് വന്നു. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞാനും വരണുണ്ട് ആ തെണ്ടിയുടെ ചടങ്ങിന്. റെഡിയായിക്കൊണ്ടിരിക്കുക. അത് കേട്ടതോടെ റെജീനയുടെ മുഖം മങ്ങി. നിന്നെ ആരും ക്ഷണിച്ചിട്ടില്ലല്ലോ, പിന്നെന്തിനാ നീ വിളിക്കാത്തടുത്ത് ഉണ്ണാൻ വരണത്? റെജീന ചെറഞ്ഞു ചോദിച്ചു. വിളിക്കാത്തടുത്ത് പോയി ഉണ്ണുന്നതാ ശൗരിക്ക് ഇഷ്ടം. അതാണ് ശൗരിയുടെ സ്റ്റൈല്. പിന്നെ കല്യാണം മുടക്കിയെന്ന് വിളിച്ചല്ലോ, അതെനിക്കിഷ്ടപ്പെട്ടു. കാരക്കാട്ട് സൈമൺ തരകൻ്റെ മകൻ ഡാൻഡസിൻ്റെ മനസ്സമ്മതം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ ഇതുവരെ. കഴിഞ്ഞോ? 11:30-ക്കല്ലേ? അങ്ങനാണല്ലോ ക്ഷണക്കത്തിലൊക്കെ കണ്ടത്. റെജീനയ്ക്ക് മിണ്ടാട്ടമില്ല. എന്തിനാണ് തുറച്ചു നോക്കണത്? നിങ്ങൾ അങ്ങോട്ട് പോയാട്ടെ, ഞാൻ വരണുണ്ട് പുറകിന്. റെജീനയ്ക്ക് ഒരു ഭയം തോന്നി. ഇവൻ എന്തെങ്കിലും കുഴപ്പം ഒപ്പിക്കുമോ? അവൾ എമിലിയെ നോക്കി. ചേച്ചി, ഞങ്ങൾ പോകുക. റെജീന ജോജോയുടെ കൈ പിടിച്ചു. പോകാം. അവർ കാറിൽ കയറി. ജോജോ മുറ്റത്തിട്ട് കാർ തിരിച്ചു. അത് റോഡിലേക്ക് ഓടിച്ചുപോയി. എമിലി ശൗരിയുടെ അടുത്ത് വന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. നീ പോണുണ്ടോ അവൻ്റെ മനസ്സമ്മതത്തിന്? പിന്നെ പോണം. എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാനാണോടാ? എമിലി ചകതിയായി. ഇല്ലെന്ന്. ഞാൻ പോയി പള്ളി കയറി വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കും. മകൻ പറഞ്ഞത് വിശ്വാസം വരാതെ എമിലി അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിന്നു. പള്ളി നിറയെ ആളുകൾ. ആഡംബരത്തിലും മോടിയിലും വസ്ത്രധാരണം നടത്തി സ്വയം അലങ്കരിച്ചെത്തിയവർ. പള്ളിക്കുള്ളിൽ സുഗന്ധദ്രവ്യങ്ങളുടെ സമ്മിശ്രഗന്ധം. പള്ളിക്ക് പുറത്ത് പാർക്കിംഗ് സ്ഥലങ്ങളെല്ലാം കാറുകളെ കൊണ്ട് നിറഞ്ഞു. എല്ലാവരും സന്തോഷത്തിലായിരുന്നു. സോണിയ റോസിൻ്റെ മുഖം മാത്രം വിളറി വെളുത്തിരുന്നു. സമീപത്തെവിടെയോ മാൻകുട്ടിയെപ്പോലെ അവളുടെ മിഴികൾ നാലുപാടും പരതിക്കൊണ്ടിരുന്നു. എവിടെ ശൗരിക്കുട്ടി? അവൻ വന്നിട്ടുണ്ടോ? അവൻ പറഞ്ഞതെല്ലാം താൻ അതേപടി അനുസരിക്കണോ? അവസാന നിമിഷം താൻ അല്ല എന്ന വാക്കിനു പകരം അതെ എന്നാണ് പറയുന്നതെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ? പപ്പ വേണ്ടത്ര മുൻകരുതലെടുത്തിട്ടുണ്ടെന്ന് അവൾക്കറിയാം. പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അതുകൂടാതെ 100 കണക്കിന് ബന്ധുജനങ്ങളുണ്ട്. ശൗരിക്കുട്ടി എന്തെങ്കിലും അതിക്രമം കാണിച്ചാൽ എല്ലാവരും കൂടി അവനെ പിച്ചി ചീന്തിക്കളയും. ഡാൻഡസ് അരികിൽ നിൽപ്പുണ്ട്. അവൻ്റെ മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷം. അവൻ ആരും കാണാതെ വിരൽത്തുമ്പുകൾ കൊണ്ട് സ്പർശിക്കുന്നു. മുഖം ചായച്ച് എന്തോ കുസൃതി പറയുന്നു, ചിരിക്കുന്നു. സോണിയയ്ക്ക് അതൊന്നും കേൾക്കാൻ വയ്യ. അവളുടെ കാതിൽ കടലിരമ്പം പോലെ ഒരാരവം മാത്രം. പുരോഹിതനും ശുശ്രൂഷകരും എത്തി. ചടങ്ങുകൾ ആരംഭിച്ചു. വികാരി അച്ഛൻ മനസ്സമ്മതം ചോദിക്കുന്നതിന് മുൻപ് ബോധം കെട്ടു വീഴണേ എന്ന് മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ നിന്നു. ഒടുവിൽ ആ നിമിഷവും എത്തി. അംഗവസ്ത്രമണിഞ്ഞ പുരോഹിതൻ ഡാൻഡസിനോട് ചോദിക്കുകയാണ്. ഡാൻഡസ് സൈമൺ, മിശിഹായുടെ നിയമവും സഫയുടെ നടപടികളും അനുസരിച്ച് ഈ നിൽക്കുന്ന സോണിയ റോസിനെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? ഉവ്, വാഗ്ദാനം ചെയ്യുന്നു, ഡാൻഡസ് വികാരനിർഭരനായി പറഞ്ഞു. ഇനി തൻ്റെ നേർക്കാണെന്ന് സോണിയയ്ക്ക് മനസ്സിലായി. അവളുടെ ഉടൽ വിറപ്പുണ്ടു. കാലുകൾ കുഴഞ്ഞു. സോണിയ റോസ്. പുരോഹിതൻ അവളെ നോക്കി വിളിച്ചു. മിശിഹായുടെ നിയമവും സഫയുടെ നടപടികളും അനുസരിച്ച് ഈ നിൽക്കുന്ന ഡാൻഡസ് സൈമൺ എന്നയാളെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? ഈ നിമിഷം ഒരേയൊരു വാക്ക്. എന്താണ് പറയേണ്ടത്? ഉവെന്നോ ഇല്ലെന്നോ? സോണിയയുടെ ചിന്ത കലങ്ങിമറിഞ്ഞു. പെട്ടെന്ന് കുറച്ചപ്പുറത്ത് ഒരാൾ രൂപം
മറവിൽ നിന്ന് കാഴ്ചപ്പാടിലേക്ക് കടക്കുന്നത് അവൾ കണ്ടു. ശൗരിക്കുട്ടി ശുഭ്രവേഷധാരിയായി മാറത്ത് കൈകെട്ടി പുഞ്ചിരിയോടെ തൻ്റെ നേർക്ക് നോക്കുന്നു. ചോദിച്ചത് കേട്ടില്ലേ? പുരോഹിതൻ്റെ അക്ഷമം നിറഞ്ഞ ചോദ്യം. സോണിയ പതറി. ഇല്ല, അവൾ പെട്ടെന്ന് പറഞ്ഞു. സോണിയ റോസ്, മിശിഹായുടെ നിയമവും സഭയുടെ നടപടികളും അനുസരിച്ച് ഈ നിൽക്കുന്ന ഡാൻഡസ് സൈമണെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? ഇല്ല, അവൾ മന്ത്രിച്ചു. പള്ളിഹാൾ സ്തംഭിച്ചു. മുട്ടുസൂചി വീണാൽ കേൾക്കാനാവും വിധം നിശബ്ദമായി. സോണിയ റോസ് ശൗരിക്കുട്ടിയെ നോക്കി. അവൻ മന്ദഹാസത്തോടെ തലയാട്ടുന്നു. എന്താ പറഞ്ഞത്? സമ്മതമല്ലെന്നോ? പുരോഹിതൻ കയർത്തു ചോദിച്ചു. അല്ല, സമ്മതമല്ല, സോണിയ വിറയലോടെ മൊഴിഞ്ഞു. ഡാൻഡസ് നടുങ്ങി. ഡാൻഡസിൻ്റെ അപ്പൻ സൈമൺ തരകൻ നടുങ്ങി. സോണിയ റോസിൻ്റെ അപ്പൻ അറക്കൽ ചാർലിയും ഭാര്യ റോസ് മേരിയും നടുങ്ങി. മനസമ്മതം ചോദിച്ച അച്ഛനും സ്തംഭിച്ചു നിന്നുപോയി. അടുത്ത നിമിഷം സോണിയ റോസ് നിന്ന നിൽപ്പിൽ തലചുറ്റി വീണു. നിലംപതിക്കും മുമ്പേ ആരൊക്കെയോ അവളെ താങ്ങി. അധ്യായം 37. സോണിയ റോസിൻ്റെ ബന്ധുജനങ്ങളിൽ ചിലർ അവളെ പള്ളിയുടെ പുറത്തേക്ക് താങ്ങി എടുത്തുകൊണ്ടുപോയി. മുഖവാരത്തിന് താഴെ പള്ളിനടയിൽ റോസ്മേരി മകളെ മടിയിൽ കിടത്തി. ആരോ ഒരു ബോട്ടിൽ മിനറൽ വാട്ടർ കൊണ്ടുവന്ന് അതിലുണ്ടായിരുന്ന വെള്ളം സോണിയയുടെ മുഖത്തു കുടഞ്ഞു. അവൾ കണ്ണു ചിമ്മി തുറന്നു. ഇതിനിടയിൽ പള്ളിക്കുള്ളിൽ ചില തർക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ശൗരിക്കുട്ടിയാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണമെന്ന് റോയ് സൈമൺ വികാരി അച്ഛനോട് പരാതിപ്പെട്ടു. സൈമൺ തരകൻ്റെ ബന്ധുക്കൾ ഒത്തുകൂടി. ശൗരി എന്തിന് പള്ളിയിൽ വന്നെന്ന് അവർ അന്യോന്യം തിരക്കി. സൈമൺ തരകൻ്റെ പക്ഷത്ത് നിന്ന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നോ? അതല്ലെങ്കിൽ അറക്കൽ ചാർലിയുടെ വീട്ടിൽ നിന്ന് ക്ഷണമുണ്ടായിരുന്നോ? ചാർലി സേവിയറിനോട് തിരക്കിയപ്പോൾ തങ്ങളുടെ ഭാഗത്തു നിന്ന് ക്ഷണിച്ചിട്ടില്ലെന്നും ശൗരി കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം വന്നിരിക്കുകയാണെന്നും അയാൾ പറഞ്ഞു. എൻ്റെ മോളുടെ കല്യാണം മുടക്കുമെന്ന് അവൻ പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. വീട്ടിൽ വന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട്. ഫോണിൽ കൂടിയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ അവനെ വെറുതെ വിടരുത്. അവൻ്റെ കൈയും കാലും തല്ലി ഒടിക്കണം. നമ്മൾ ഇത്രയും പേരില്ലേ? ചെറുപ്പക്കാർ ആവേശഭരിതരായി. പള്ളിക്കകത്തു വെച്ച് അക്രമമൊന്നും വേണ്ട. ഇത് ദേവാലയമാണ്. വികാരി അച്ഛൻ വിലക്കി. പള്ളിയുടെ പുറത്തോട്ട് അവൻ ഇറങ്ങി വരുമല്ലോ. അന്നേരം ഞങ്ങൾ കണക്ക് തീർത്തോളാം. ശൗരിയാണ് കല്യാണം മുടക്കിയതെന്ന് എന്താ തെളിവ്? അച്ഛൻ ചോദിച്ചു. അവനെ കണ്ട് പേടിച്ചിട്ട എൻ്റെ മോള് സമ്മതമല്ല എന്ന് പറഞ്ഞത്. അതുവരെ ഒരു കുഴപ്പവുമില്ലായിരുന്നച്ചോ. അച്ഛനും കണ്ടതല്ലേ. മനസമ്മതത്തിന് തയ്യാറായിട്ടല്ലേ അവൾ പള്ളിയിലോട്ട് വന്നതും ഡാൻഡസിനൊപ്പം ഇവിടെ നിന്നതും. അവൻ എന്തിനു പള്ളി വന്നു? ആര് ക്ഷണിച്ചിട്ട്? ചാർലി രോഷാകുലനായി. ഞാൻ അവനോട് സംസാരിക്കാം. വികാരി അച്ഛൻ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ശൗരി കുറച്ച് മാറി നിന്ന് മറ്റു രണ്ടുപേരോട് എന്തൊക്കെയോ സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. വികാരി അച്ഛൻ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ സംഭാഷണം നിർത്തി ബഹുമാനത്തോടെ ഒതുങ്ങി നിന്നു. ശൗരിക്കുട്ടി, നിന്നെപ്പറ്റി ഞാൻ നല്ലതും കേട്ടിട്ടുണ്ട്, ചീത്തയും കേട്ടിട്ടുണ്ട്. അതുകാരണം നീ എങ്ങനത്തവനാണെന്ന് എനിക്ക് ശരിക്കറിഞ്ഞുകൂടാ. സ്നേഹിക്കണവർക്ക് ഞാൻ നല്ലവനാണച്ചോ, ദ്രോഹിക്കണവർക്ക് ഞാൻ മഹാചീത്തയാ. നീ ഈ മനസ്സമ്മത ചടങ്ങ് മുടക്കാൻ വേണ്ടിയാണോ പള്ളിയിൽ വന്നത്? അച്ഛനും കണ്ടതല്ലേ. ഞാൻ എന്തെങ്കിലും ചെയ്തോ? എന്തെങ്കിലും പറഞ്ഞോ? ഡാൻഡസും സോണിയയും തമ്മിലുള്ള കല്യാണം മുടക്കുമെന്ന് നീ അവരെ രണ്ടു കൂട്ടരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നോ? അവർ തമ്മിലുള്ള കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാ നീ അങ്ങനൊരു ഭീഷണി വെച്ചത്? അച്ചോ, അറക്കൽ ചാർലി സേവിയറിൻ്റെ മോളെ എനിക്ക് കല്യാണം കഴിക്കണം. അത് ഞാൻ സോണിയയോടും പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ കാരക്കാട്ട് സൈമൺ തരകനോടും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവരാരെങ്കിലും സമ്മതിച്ചോ നീ അവളെ കെട്ടിക്കോളാൻ? ഇല്ല, ഞാൻ പലതവണ പറഞ്ഞിട്ടും അവർ സമ്മതിക്കണില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണം മുടക്കുമെന്ന് പറഞ്ഞത്. അവർക്ക് സമ്മതമല്ലെങ്കിൽ നീ പിന്മാറുകയല്ലേ ശൗരി വേണ്ടത്? അവളെ ഡാൻഡസ് കെട്ടിക്കൊണ്ടുപോയാൽ പിന്നെ ഞാനെങ്ങനെ അവളെ കല്യാണം കഴിക്കും? നിനക്ക് ഇങ്ങനൊക്കെ പറയാൻ എന്തവകാശം? അവരല്ലേ അവരുടെ കാര്യം തീരുമാനിക്കേണ്ടത്. അച്ചോ, അവളെ പണ്ട് കടൽ കൊണ്ടുപോയതാ. ഞാനാ രക്ഷിച്ചെടുത്തത്. ഇല്ലെങ്കിൽ അവളിന്ന് ജീവനോടെ കാണത്തില്ല. അങ്ങനൊരു സംഭവം ഉണ്ടായോ? അച്ഛൻ വിസ്മയം പൂണ്ടു. ശൗരി ആ സംഭവം വിവരിച്ചു. അച്ഛൻ ചാർലിയോട് ചോദിച്ചപ്പോൾ അങ്ങനൊരു സംഭവം മുൻപുണ്ടായിട്ടുണ്ടെന്ന് സമ്മതിച്ചു. ശൗരി, നീയെന്ന് ചെയ്തത് ഒരു ധീരപ്രവൃത്തിയാ. അതിന് ഇന്ന് നീ പ്രതിഫലം ചോദിക്കുന്നതിൽ എന്ത് ന്യായം? അന്ന് നീ ചെയ്ത പുണ്യം ഇന്ന് നീ മഹാപാപമാക്കി മാറ്റുകയല്ലേ ചെയ്യുന്നത്. കർത്താവ് നിന്നോട് ക്ഷമിക്കോ? അച്ചോ, ഞാൻ കടലിൽ നിന്ന് രക്ഷിച്ചെടുത്ത ഒരു പെണ്ണിന് പ്രായപൂർത്തിയായപ്പം കല്യാണം കഴിക്കാൻ ആശിക്കുന്നത് തെറ്റാണോ? അത് തെറ്റല്ല. പക്ഷേ ഭീഷണിപ്പെടുത്തിയും മറ്റൊരു കല്യാണം മുടക്കിയുമല്ല ചെയ്യേണ്ടത്. അവരുടെ ഇഷ്ടം കൂടി നോക്കണം. അവർക്കെന്നെ ഇഷ്ടപ്പെടാത്തത് എൻ്റെ കുറ്റാണോ? എനിക്കെന്താണൊരു കുറവ്? അച്ഛൻ പറ. ഇതൊന്നും ശരിയല്ല ശൗരി, ശരിയല്ല.
അവർ തമ്മിലുള്ള കല്യാണം നടക്കണം. അതാണതിൻ്റെ ശരി. കർത്താവിൻ്റെ ഇഷ്ടം അതാണ്. ഇപ്പം തന്നെ ഇത് നടന്നില്ലെങ്കിൽ എന്തൊരു വലിയ അപമാനമാ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക്. അവരല്ലേ എല്ലാ കുറ്റവും ഏൽക്കേണ്ടി വരിക. ഇനി അവർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തി നടക്കാൻ പറ്റുമോ? അവർക്ക് മാത്രമാണോ അപമാനം? കാരക്കാട്ട് സൈമൺ തരകനും ആ കുടുംബത്തിനും, പ്രത്യേകിച്ച് ഡാൻഡസിനും ഈ അപമാനം താങ്ങാൻ പറ്റുമോ? കാരക്കാട്ട് സൈമൺ തരകനും കുടുംബവും ഒരുപാട് പേരെ അപമാനിച്ചിട്ടുണ്ടച്ചോ. അവരുടെ കാര്യം വിട്ടേക്ക്. അറയ്ക്കൽ ചാർലി സാറിൻ്റെയും സോണിയുടെ അപമാനം മാറ്റാൻ ഇപ്പോൾ ഒരു വഴിയുണ്ട്. എന്തു വഴി? ആ ഡാൻഡസിനെ പിടിച്ചു മാറ്റിയിട്ട് എന്നെ അങ്ങോട്ട് കയറ്റി നിർത്തണം. എന്നിട്ട് അച്ഛൻ മുൻപേ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, അത് എന്നോടും അവളോടും ചോദിക്കണം. അപ്പോൾ എല്ലാ നാണക്കേടും തീരും. ശൗര്യയുടെ പരിഹാര നിർദ്ദേശം കേട്ട് അച്ഛൻ അന്തം വിട്ടു. പള്ളിക്കുള്ളിൽ അമർഷത്തിൻ്റെ ശബ്ദങ്ങളുയർന്നു. അവൻ്റെ കരണക്കുറ്റി നോക്കി ഒരെണ്ണം പൊട്ടിക്കച്ചോ. തെമ്മാടി, പോക്കൃത്തരം പറയുന്നതിനും വേണ്ടേ ഒരു ശേല്? അറയ്ക്കൽ ചാർലി സേവ്യറിൻ്റെ ജ്യേഷ്ഠൻ സ്റ്റാൻലി സേവ്യർ പറഞ്ഞതിനോട് പൊതുവെ അനുകൂല പ്രതികരണങ്ങളുണ്ടായി. ശൗരി, നീ പറയുന്നതൊന്നും ശരിയല്ല. ഇങ്ങനൊരു ന്യായം ഒരിടത്തും കേട്ടുകേഴ്വി പോലുമില്ല. ഇനി അഥവാ അങ്ങനൊരു മനസ്സ് ചോദ്യം വീണ്ടും നടത്തിയാലും സോണിയ നിന്നെ കല്യാണം കഴിക്കാൻ സമ്മതമല്ല എന്നാണ് പറയുന്നതെങ്കിലോ? ഒരിക്കലും അവളങ്ങനെ പറയത്തില്ലച്ചോ. അച്ഛനൊന്ന് ചോദിച്ചു നോക്ക്. നിനക്ക് തോന്നുന്ന പോലെ വിളയാടാനുള്ള സ്ഥലമല്ല ശൗരി ദേവാലയം. നീ ഇപ്പോൾ ചെയ്യേണ്ടത് ഇവിടെ നടക്കുന്ന ചടങ്ങിന് തടസ്സം നിൽക്കാതെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഞാനൊന്നിനും തടസ്സം നിൽക്കുന്നില്ലച്ചോ. നീ ഇവിടെ നിൽക്കരുത്. നിന്നെ ആരെ ക്ഷണിച്ചിട്ടാ നീ വന്നത്? ചെറുക്കൻ്റെ കൂട്ടരും പെണ്ണിൻ്റെ കൂട്ടരും പറയുന്നു നിന്നെ ക്ഷണിച്ചിട്ടില്ലെന്ന്. അവർ ക്ഷണിക്കാത്തത് അവരുടെ മര്യാദകേട്. എൻ്റെ സഹോദരൻ്റെ മനസ്സമ്മതം നടക്കുമ്പം അതിൽ പങ്കുകൊള്ളാൻ എനിക്കും അവകാശമില്ലേ അച്ചോ? ശൗരിക്കുട്ടിയുടെ ചോദ്യം പള്ളിയെ ഒരു നിമിഷം നിശബ്ദമാക്കി. നിന്റെ സഹോദരനോ? വികാരി അച്ഛൻ അന്താളിച്ചു. അച്ഛൻ പുതുതായിട്ട് വന്നതാണ്. അറിയാൻ പാടില്ല. ഈ നിൽക്കണ ഡാൻഡസ് എൻ്റെ സഹോദരനാണച്ചോ. അച്ഛൻ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവനോട് തന്നെ ചോദിക്കണം. അല്ലെങ്കിൽ അവൻ്റെ തന്തയോട് ചോദിക്കണം. അതുമല്ലെങ്കിൽ നാട്ടുകാരോട് ചോദിക്കണം. എന്നിട്ടും വിശ്വാസം വന്നില്ലെങ്കിൽ നമുക്ക് DNA ടെസ്റ്റ് നടത്തി നോക്കാം. വികാരി അച്ഛൻ ഡാൻഡസിനെ നോക്കി. അവൻ്റെ ശിരസ് താണു. അച്ഛൻ സൈമൺ തരകനെ നോക്കി. അയാളുടെ മുഖം അപമാനം കൊണ്ട് വിളറി. പള്ളിക്കുള്ളിൽ നിശബ്ദത കളിയാടി. ശരി, ശൗരിക്കുട്ടി തലയാട്ടി. അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞാനിപ്പോൾ തന്നെ പോകുക. പക്ഷേങ്കിൽ ഒരു കാര്യം, അറയ്ക്കൽ ചാർലിയുടെ മോള് സമ്മതമല്ലെന്ന് 2 തവണ പറഞ്ഞ മനസ്സമ്മതം ഇനി അച്ഛൻ നടത്തല്ല്. നടത്തിയ ശൗരിക്കുട്ടി പ്രശ്നമുണ്ടാക്കും. ശൗരിക്കുട്ടി മുണ്ടിൻ്റെ തുമ്പെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് വാതിൽക്കലേക്ക് നീങ്ങി. അവിടെ ചെന്ന് തിരിഞ്ഞു നിന്നു. പള്ളിക്കുള്ളിലുള്ളവരെ നോക്കി. പിന്നെ എന്നെ തല്ലാൻ നിൽക്കണവരോട് ഞാൻ ഒറ്റയ്ക്കാണെന്ന് ആരും വിചാരിക്കണ്ട. എൻ്റെ മേത്ത് കൈവയ്ക്കണ ഒരുത്തിനും വന്ന കോലത്തിൽ വീട്ടിൽ പോകത്തില്ല. എല്ലാ കണ്ണുകളും ശൗരിക്കുട്ടിയിലായിരുന്നു. ഡാൻഡസിൻ്റെ പിന്നിൽ എൽസമ്മയ്ക്കരികെ നിന്ന റെജീന എരിയുന്ന കണ്ണുകളോടെ ശൗരിയെ നോക്കി ശപിച്ചു. നീ ഒരിക്കലും ഗുണം പിടിക്കത്തില്ല. ശൗരിക്കുട്ടി ഇറങ്ങിപ്പോയപ്പോൾ ആളുകൾക്കിടയിൽ ഒരു ചലനമുണ്ടായി. അച്ഛൻ എല്ലാവരോടുമായി പറഞ്ഞു, ആരും വഴക്കിന് നിൽക്കരുത്. സമാധാനമായി പിരിഞ്ഞു പോകണം. ആളുകൾ പല സംഘങ്ങളായി തിരിഞ്ഞ് അടക്കം പറയാൻ തുടങ്ങി. സോണിയയെ ഒരിക്കൽ കൂടി അൾത്താരയ്ക്ക് മുന്നിലെത്തിച്ച് മനസ്സമ്മതം ചോദിച്ചാലോ എന്ന അഭിപ്രായവും പൊന്തിവന്നു. ശൗരിക്കുട്ടിയെ അടിക്കണമെന്ന തീരുമാനത്തിൽ കുറേ ചെറുപ്പക്കാർ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് പോയി. ശൗരിക്കുട്ടി തൻ്റെ ബുള്ളറ്റ് ബൈക്കിൽ കയറിയിരുന്ന് സ്റ്റാർട്ട് ചെയ്തു. അവൻ്റെ ഇരുവശത്തുമായി 2 കാറുകൾ മെല്ലെ നീങ്ങിത്തുടങ്ങി. 2 കാറുകളും അതിനു മധ്യേ ശൗരിക്കുട്ടിയുടെ ബൈക്കും വരുന്നത് കണ്ട് തല്ലാൻ ചെന്നവർ ഒഴിഞ്ഞുമാറി. ശൗരിക്കുട്ടി അവർക്ക് നേരെ കൈ ഉയർത്തിക്കാട്ടിയിട്ട് പാർക്കിംഗ് ഗ്രൗണ്ട് വിട്ട് ഓടിച്ചുപോയി. സോണിയ റോസിനെ പള്ളി നടയിലിരുത്തി ബന്ധുജനങ്ങൾ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. ചടങ്ങ് വീണ്ടും നടത്താം. നീ സമ്മതം പറയണം. പറയാൻ പറ്റുമോ? വേണ്ട, വീട്ടിൽ പോയാൽ മതി. സോണിയ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഉച്ചയൂണിന് മീൻ വറക്കുകയായിരുന്നു എമിലി. കുഞ്ഞെണ്ണ പാടുന്ന ഫോണുമായി അടുക്കളയിലേക്ക് ചെന്നു. കുറേ നേരം കൊണ്ട് ചിലയ്ക്കണ്. കുഞ്ഞെണ്ണ പറഞ്ഞു. എമിലി ഫോൺ അറ്റൻഡ് ചെയ്തു. ചേച്ചി എവിടെ പോയി കിടക്കണ? എന്തുമാത്രം വിളിച്ചു? റെജീനയുടെ കോപാകുലമായ ശബ്ദം കേട്ട് എമിലി അമ്പരന്നു. നിനക്കെന്നാ പറ്റിയടി? നീ മനസ്സമ്മതത്തിന് പോയവളല്ലേ? മനസ്സമ്മതം എന്നെക്കൊണ്ടൊന്നും പറയിക്കല്ലേ. അവൻ അങ്ങോട്ട് വന്നില്ലേ? ആ തെണ്ടി, പട്ടി, ചെയ്ത്താൻ, പിശാജ്. നീ ആരുടെ കാര്യാ പറയണത്? ജോജോ നിന്റെ കൂടെ ഇല്ലേ? അവൻ ഇങ്ങോട്ട് വന്നില്ലല്ലോ. റെജീന തൻ്റെ മകനെയാണ് ഉദ്ദേശിച്ചതെന്ന് അറിയാമായിരുന്നിട്ടും അറിയാത്ത മട്ടിൽ എമിലി ചോദിച്ചു. ചേച്ചി, റെജീന രണ്ടും കൽപ്പിച്ച പോലൊരു വിളി വിളിച്ചു. ഞാനിവിടെ ഒരു ബോംബ് മാതിരി നിൽക്കുക. എപ്പോഴാ പൊട്ടിത്തെറിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. വെച്ചോണ്ടിരിക്കണ്ടടി, നീ പൊട്ടിത്തെറിക്ക്, എമിലി തമാശ മട്ടിൽ പറഞ്ഞു.
ചേച്ചിയെ ഓർത്തു മാത്രമാ ഞാൻ ഇത്രയും കാലം ക്ഷമിച്ചത്. അവൻ വരുമ്പം ആ പട്ടിയോട് പറഞ്ഞേക്ക്, അവനെ ഈ റെജീന വെറുതെ വിടില്ലെന്ന് ഞാനവന് വെച്ചിട്ടുണ്ട്, പറഞ്ഞേക്ക്. പല്ല് കടിച്ചാണ് റെജീന പറയുന്നതെന്ന് എമിലിക്ക് മനസ്സിലായി. ഇത്രയ്ക്ക് ദേഷ്യപ്പെടാൻ എന്തുണ്ടായിടി? അവൻ ഡാൻഡസിൻ്റെ കല്യാണം മുടക്കിയിരിക്കുന്നു. പന്നി, അവൻ ചെവിയെ നുള്ളിക്കോട്ട്. മുതലും പലിശയും ചേർത്ത് അവന് കിട്ടുമെന്ന് പറഞ്ഞേക്കാം. മനസ്സമ്മതം മുടക്കിയെന്നോ? എമിലി അന്താളിച്ചു. എങ്ങനെ? അവൻ എന്നാ ചെയ്തത്? അവൻ പള്ളി വന്നിട്ടുണ്ടായിരുന്നു. മനസ്സമ്മതം നടന്നില്ല. ബാക്കിയൊന്നും ഞാൻ പറയണ്ടല്ലോ, വെക്കുക. ചേച്ചി കരുതിയിരുന്നു. എടി റെജീനെ വെക്കല്ലേ, ഞാൻ ചോദിക്കട്ടെ. ഫോൺ കട്ടായി കഴിഞ്ഞു. എമിലി അതും പിടിച്ച് അന്തം വിട്ടു നിന്നു. എന്നതാടി എമിലി? കുഞ്ഞെന്നെ തിരക്കി. സൈമൺ മുതലാളിൻ്റെ മകൻ്റെ മനസമ്മതം മുടങ്ങിയെന്ന്. ശൗരിക്കുട്ടി അത്രയും മുടക്കിയത്? അത് പിന്നെ അവൻ മുന്നേ പറഞ്ഞതല്ലേ. ശൗരിക്കുട്ടി പറഞ്ഞാൽ പിന്നെ അതിന് അപ്പീലുണ്ടോ? കുഞ്ഞെന്നയ്ക്ക് കേട്ട വാർത്ത ഇഷ്ടപ്പെട്ടു. എന്നാലും പള്ളി വെച്ച് ഒരു മനസമ്മതം മുടക്കുകയെന്ന് വെച്ചാ? എൻ്റെ എമിലി, അവൻ നിന്നോടും പറഞ്ഞതല്ലേ അറയ്ക്കൽ ചാർലി സാറിൻ്റെ മോളെ അവന് കെട്ടണമെന്ന്. എമിലി മറുപടി പറയും മുൻപേ ഭൂമി കിടുകിടുക്കുന്നത് പോലൊരു ശബ്ദം കേട്ടു. ശൗരിക്കുട്ടിയുടെ ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ വരികയാണ്. ദാ അവൻ്റെ കാര്യം പറഞ്ഞതല്ലേ ഉള്ളൂ, അവൻ എത്തിയല്ലോ, കുഞ്ഞെണ്ണ പറഞ്ഞു. ശൗരിക്കുട്ടി വീട്ടുമുറ്റത്ത് ബുള്ളറ്റ് നിർത്തി ഇറങ്ങി സിറ്റൗട്ടിലേക്ക് കയറി വന്നു. എമിലി വാതിൽക്കലെത്തി. അമ്മ, വിശക്കണ്, ചോറ് തന്നേ. നീ പള്ളിയിൽ പോയതല്ലേ മനസമ്മതത്തിന്? അവിടുന്ന് കിട്ടിയില്ലേ ഊണ്? എമിലി അവനെ ചുഴിഞ്ഞു നോക്കി. ഞാൻ ഉണ്ണാൻ നിന്നില്ല, അതിനു മുമ്പേ പോന്നു. ശൗരി അകത്തേക്ക് കയറാൻ ഭാവിച്ചു. എടാ അവിടെ നിൽക്ക്, എമിലി തടഞ്ഞു. നീ ആ മനസമ്മതം മുടക്കിയോ? ഏയ്, ഞാനൊന്നും ചെയ്തില്ല. പിന്നെ നീ എന്തിനാ പള്ളിയിൽ പോയത്? മനസമ്മതം കാണാൻ. നീ ഒന്നും ചെയ്തില്ലേ ശൗരി? എൻ്റെ അമ്മേ, ഞാൻ വെറുതെ കയ്യും കെട്ടി നോക്കി നിന്നതേ ഉള്ളൂ. പിന്നെങ്ങനെ മനസമ്മതം മുടങ്ങി? അച്ഛൻ അവളോട് ചോദിച്ചു ഡാൻഡസിനെ കെട്ടാൻ സമ്മതമാണോ എന്ന്. അവൾ പറഞ്ഞു അല്ലാന്ന്. അവൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ആ, ശൗരി കൈമലർത്തി. നീ അറിയാണ്ട് അവളങ്ങനെ പറയത്തില്ലെന്ന് എനിക്കറിയാലോടാ. എമിലി ശൗരിയുടെ കണ്ണിലേക്ക് തുറച്ചു നോക്കി. അവൾ അങ്ങനെ പറയുന്ന നിനക്കറിയത്തില്ലായിരുന്നോ? അതെനിക്കറിയായിരുന്നു, ശൗരിക്കുട്ടി പറഞ്ഞു. നീ പറയിപ്പിച്ചതല്ലേ. കഷ്ടം, ഒരു പെണ്ണിൻ്റെ മാനം കളഞ്ഞില്ലേടാ. അമ്മ, അവൾക്ക് ഒരു മാനവും പോയിട്ടില്ല. പോയെന്നൊരു സങ്കടം അവൾക്കുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി അഭിമാനം കൊടുക്കാനും എന്നെക്കൊണ്ട് പറ്റും. എന്നാലും എന്തൊരു നാണക്കേടായി പോയിടാ. അവൾ എങ്ങനെ സഹിക്കും? അവളെ രക്ഷിക്കാനാണമ്മ ഞാനത് ചെയ്തത്. അത് അമ്മയ്ക്ക് മറ്റന്നാൾ മനസ്സിലാകും. മറ്റന്നാൾ എന്നാ മനസ്സിലാകാനാ? സൈമൺ തരകനും ഭാര്യയും മക്കളും പിച്ചച്ചട്ടിയെടുത്ത് പെരുവഴിയിലോട്ടിറങ്ങും. അയാളുടെ ബംഗ്ലാവിൽ ശൗരിക്കുട്ടി കയറി താമസിക്കും. എമിലി കണ്ണുമിഴിച്ച് മകനെ നോക്കി. മോനെ ശൗരിക്കുട്ടി, നീ ദൈവത്തെ മറന്ന് ഒന്നും ചെയ്യല്ലേടാ, അതിന് തിരിച്ചടി കിട്ടും. അമ്മ, കാരക്കാട്ട് സൈമൺ തരകനെയും അയാളുടെ കുടുംബത്തെ നശിപ്പിക്കുമെന്ന് ദൈവത്തോടും പിശാചിനോടും വരെ വാതുവെച്ചവനാ ഞാൻ. കാരക്കാട്ട് കുടുംബത്തിലെ ഒരാൾക്കും വേണ്ടി അമ്മയുടെ മനസ്സലിയരുത്. അലിഞ്ഞ ശൗരിക്കുട്ടി തോറ്റുപോകും. അത്രയും പറഞ്ഞ് ശൗരിക്കുട്ടി അകത്തേക്ക് കയറി. എമിലി ഒന്നും പറയാനാകാതെ നിന്നു. മൈക്കേലിൻ്റെ ബൈക്ക് വരുമ്പോൾ മേബിൾ സിറ്റൗട്ടിൽ നിൽപ്പുണ്ടായിരുന്നു. മൈക്കേൽ ബൈക്കിലിരുന്നു കൊണ്ട് തന്നെ അവളോട് പറഞ്ഞു മനസമ്മതം നടന്നില്ല. മേബിളിൻ്റെ നെഞ്ചിനുള്ളിലൊരു കൊള്ളിയാൻ മിന്നി. എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കാൻ ഭാവിച്ചെങ്കിലും അവൾക്ക് ശ്വാസം കിട്ടിയില്ല. വികാരിയച്ഛൻ സമ്മതം ചോദിച്ചപ്പോൾ സോണിയ റോസ് സമ്മതമല്ലെന്ന് പറഞ്ഞു. മേബിൾ ചോദിക്കാതെ തന്നെ മൈക്കേൽ പറഞ്ഞു. എന്നിട്ട് ബൈക്കിൽ നിന്നിറങ്ങി. ശൗരിക്കുട്ടി ഉണ്ടായിരുന്നു പള്ളിയിൽ. പക്ഷേങ്കിൽ അവനൊന്നും ചെയ്തില്ല. ചുമ്മാ കൈയും കെട്ടി നോക്കി നിന്നതേയുള്ളൂ. എന്നിട്ടും എല്ലാവരും പറയണത് ശൗരിക്കുട്ടി മുടക്കിന്ന. മേബിൾ കൂടുതൽ കേൾക്കാൻ നിന്നില്ല. വേഗം വീടിനുള്ളിലേക്ക് പിന്തിരിഞ്ഞോടി. അവളുടെ മുറിയിലെ ചുമരിൽ ഘടിപ്പിച്ച രൂപക്കൂടിനുള്ളിലെ വേളാങ്കണ്ണി മാതാവിൻ്റെയും അർത്തുങ്കൽ പുണ്യാളച്ചൻ്റെയും കൊച്ചു പ്രതിമകൾക്ക് മുന്നിൽ എരിഞ്ഞുകൊണ്ടിരുന്ന മെഴുകുതിരികൾ അവൾ ഊതിയണച്ചു. ഇരുട്ടത്തിരിക്ക്, എനിക്ക് കാണണ്ട. തൊണ്ടയിടറിക്കൊണ്ട് അവൾ പറഞ്ഞു. ഞാൻ എന്തോരം പറഞ്ഞതാ, കേട്ടില്ലല്ലോ. പുകഞ്ഞുകൊണ്ടിരുന്ന സാമ്പ്രാണിത്തിരികളും അവളെടുത്ത് ഗ്ലാസിനുള്ളിൽ കുത്തിക്കെടുത്തി. ലൈസാമ്മയും മൈക്കേലും വാതിൽക്കൽ വന്ന് നോക്കിയപ്പോൾ അവൾ കട്ടിലിലിരുന്ന് തേങ്ങുകയായിരുന്നു. നിനക്കെന്നാ പറ്റിയടി? ലൈസാമ്മ ചോദിച്ചു. ഒന്നും പറ്റിയില്ല, പോ. അവൾ കൈയെത്തിച്ച് മുറിയിലെ ബൾബും സ്വിച്ച് ഓഫ് ചെയ്തു. വീട്ടിൽ തിരിച്ചെത്തിയിട്ടും സോണിയ റോസ് കരച്ചിൽ തന്നെയായിരുന്നു. അവളുടെ കരച്ചിൽ അടങ്ങിയിട്ട് വേണം എന്തെങ്കിലും ചോദിക്കാനെന്ന് കരുതി ബന്ധുക്കൾ കാത്തിരുന്നു. എന്തുകൊണ്ടാണ് അവൾ പള്ളിയിൽ വെച്ച് മനസമ്മതം നിഷേധിച്ചത് എന്ന് ആർക്കും അറിയില്ല. ശൗരിക്കുട്ടി ഭീഷണിപ്പെടുത്തിയിട്ടാണെങ്കിൽ
തീർച്ചയായും അവനെതിരെ പോലീസിൽ പരാതി നൽകണമെന്നും കേസിന് പോകണമെന്നും ശക്തമായ അഭിപ്രായമുണ്ടായി. സംഭവിച്ചിരിക്കുന്ന അപമാനം വലുതാണ്. സ്വയം അപമാനിതയാവുക മാത്രമല്ല സോണിയ ചെയ്തിരിക്കുന്നത്. മനസമ്മതത്തിന് വന്ന ഡാൻഡസിനെയും അവൻ്റെ കുടുംബത്തെയും ബന്ധുജനങ്ങളെയും അപമാനിച്ചു. പെണ്ണിൻ്റെ വീട്ടുകാർക്ക് തല്ലുകൊള്ളാതെ പള്ളിയിൽ നിന്ന് തിരിച്ചു പോരാൻ കഴിഞ്ഞത് ശൗരിക്കുട്ടി ഈ സംഭവത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നുള്ള ബലമായ സംശയം നിലനിൽക്കുന്നതിനാലാണ്. എന്നിരുന്നാലും സമ്മതമല്ല എന്ന് പുരോഹിതൻ്റെയും ബന്ധുമിത്രാദികളുടെയും പുരുഷാരത്തിൻ്റെയും മുന്നിൽ പറഞ്ഞ വാക്കിന് ഒരു ഉത്തരം നൽകിയേ തീരൂ. സോണിയ റോസിൻ്റെ കരച്ചിൽ തെല്ലൊന്ന് ശമിച്ചപ്പോൾ ചാർലിയും റോസ്മേരിയും സോണിയയുടെ അങ്കിൾമാരും ആൻറ്റിമാരുമെല്ലാം അവൾ കിടക്കുന്ന കിടക്കയ്ക്ക് ചുറ്റും നിരന്നു. പള്ളി വെച്ച് നീ എന്തുകൊണ്ടാ സമ്മതമല്ലെന്ന് പറഞ്ഞത്? റോസ്മേരിയുടെ സഹോദരൻ ജോഷി ജോർജ് ചോദിച്ചു. അപ്പോൾ വീണ്ടും സോണിയയ്ക്ക് കരച്ചിൽ വന്നു. ഈ കരച്ചിലൊക്കെ നിർത്ത്. കുറേ നേരമായല്ലോ തുടങ്ങിയിട്ട്. ഞങ്ങളാരും ഒന്നും ചെയ്തിട്ടില്ലല്ലോ. തന്നെത്താൻ ഓരോ കുഴപ്പങ്ങളുണ്ടാക്കി വെച്ചിട്ട് ചുമ്മാ കരഞ്ഞാൽ മതിയോ? സോണിയ റോസ് പുതപ്പിനറ്റം കൊണ്ട് കണ്ണും മൂക്കും തുടച്ചു. നാണക്കേട് മാത്രമാണോ? രൂപ എത്ര ലക്ഷമാ പാഴായിപ്പോയത്? കമ്മ്യൂണിറ്റി ഹാൾ, പന്തൽ, സ്റ്റേജ്, ഡെക്കറേഷൻ, സദ്യ എല്ലാം നീ ഒറ്റയൊരുത്തിയുടെ വാക്ക് കാരണം. സോണിയ പിന്നെയും കണ്ണും മൂക്കും തുടച്ചു. എന്തെങ്കിലും ഒന്ന് പറ. ചോദിക്കുന്നവരോട് ഞങ്ങൾക്ക് സമാധാനം പറയണ്ടായോ? ജോഷി ജോർജിന് ക്ഷമ കെട്ടു. നിനക്ക് അവനെ വേണ്ടാഞ്ഞിട്ട് പറഞ്ഞതാണോ അതോ ശൗരിക്കുട്ടിയെ പേടിച്ചിട്ട് പറഞ്ഞതാണോ? ശൗരിക്കുട്ടിയെ പേടിച്ചിട്ടാ, സോണിയ പറഞ്ഞു. അവനെ പേടിക്കാൻ എന്താ കാരണം? എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പള്ളി വെച്ച് മനസമ്മതം ചോദിക്കുമ്പം സമ്മതമല്ലെന്ന് പറയണമെന്ന്. നിന്നെ അവൻ ഭീഷണിപ്പെടുത്തിയോ? ഉവ്വ്. എന്നിട്ടെന്തുകൊണ്ട് നീ നിന്റെ പപ്പയോടും മമ്മിയോടും പറഞ്ഞില്ല? പറയരുതെന്ന് ഭീഷണിപ്പെടുത്തി. ഉടനെ നീ അങ്ങ് പേടിച്ചു. മനസമ്മതം നടന്നാൽ കല്യാണം കഴിക്കാൻ ഡാൻഡസ് ജീവിച്ചിരിക്കില്ലെന്ന് പറഞ്ഞു. ഇതൊക്കെ നേരത്തെ പറയണ്ടേടി. ഇവിടെ പോലീസില്ലേ, കോടതിയില്ലേ? അവനെപ്പോഴാ നിന്നോട് പറഞ്ഞത്? ഫോണിലാണോ അതോ നേരിട്ടാണോ? നേരിട്ട് പറഞ്ഞതാ. എവിടെ വെച്ച്? ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയോ? ചാർലി സേവ്യർ നെറ്റിച്ചുളിച്ചു. മിനിയാന്ന് രാത്രി എൻ്റെ റൂമിൽ വന്നു. ശൗരിക്കുട്ടിയുടെ ഡ്യൂപ്പാണെന്ന് പറഞ്ഞു. എന്നിട്ടെന്തുകൊണ്ടാ നീ പപ്പയോടും മമ്മിയോടും പറയാത്തത്? പേടിച്ചിട്ടാ. ശൗരിക്കുട്ടിയെ പേടിക്കണം. ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും. ഡാൻഡസിന് ഒരാപത്തും വരില്ലെന്ന് വിചാരിച്ചിട്ടാ ഞാൻ. നീ ഇങ്ങനൊരു പൊട്ടി. നിനക്കെന്തിനാടി വിദ്യാഭ്യാസവും വിവരവും? നീ അപ്പോഴേ വിവരം പറഞ്ഞിരുന്നെങ്കിൽ ശൗരി ഇപ്പം സബ് ജയിലില്ല. അതൊന്നും നടക്കില്ല പപ്പ. ശൗരിക്കുട്ടി ആ നേരത്ത് പുറംകടലിൽ ഫിഷിംഗ് ബോട്ടിലായിരുന്നു. പിന്നെ നിന്നെ ഭീഷണിപ്പെടുത്തിയതോ? അത് ഡ്യൂപ്പാണെന്നല്ലേ പറഞ്ഞത്? ഡ്യൂപ്പായിരുന്നോ? അല്ല. പക്ഷെ നമ്മൾ പരാതിയും കൊണ്ട് ചെല്ലുമ്പം ശൗരിക്കുട്ടി കടലിലായിരുന്നെന്ന് പറയും. ഡ്യൂപ്പിനെ അയച്ചിട്ടില്ലെന്ന് പറയും. ഡ്യൂപ്പില്ലെന്നും പറയും. നീ പറയണം അത് ഡ്യൂപ്പല്ലായിരുന്നു, ശൗരിക്കുട്ടി തന്നെ ആയിരുന്നെന്ന്. പക്ഷെ പപ്പ, ശൗരിക്കുട്ടി കടലിലായിരുന്നെന്നുള്ളതിന് തെളിവ് കൊണ്ടുവരുമല്ലോ. അപ്പോൾ എന്തു ചെയ്യും? ചാർലിയും ബന്ധുക്കളും മുഖത്തോട് മുഖം നോക്കി. ശൗരിക്കുട്ടി തന്ത്രജ്ഞനാണെന്ന് ചാർലിക്കറിയാം. അവന് അധികാരസ്ഥാനങ്ങളിൽ സ്വാധീനമുണ്ട്. പോലീസിനെ എപ്പോഴും സ്വപക്ഷത്ത് നിർത്തിയിരിക്കുകയാണ്. നന്നായി ഹോംവർക്ക് ചെയ്തിട്ടാണ് അവൻ ഓരോന്നും പ്ലാൻ ചെയ്യുന്നത്. അതെല്ലാം പോട്ടെ, പള്ളി വെച്ച് സമ്മതം പറയാൻ നിനക്ക് തടസ്സമൊന്നുമില്ലായിരുന്നല്ലോ. അവൻ നിന്നെ കണ്ണുരുട്ടി കാണിച്ചോ? ജോഷി ജോർജ് ചോദിച്ചു. സമ്മതം പറയായിരുന്നു. പക്ഷെ എന്നാലും കല്യാണം നടക്കില്ലങ്കിളെ. ശൗരിക്കുട്ടി ഡാൻഡസിനെ എന്തെങ്കിലും ചെയ്യും. ഒന്നാമതേ കാരക്കാട്ടുകാരുമായി ശൗരിക്കുട്ടിക്ക് ഭയങ്കര ശത്രുതയാ, സോണിയ വെളിപ്പെടുത്തി. ഇതിപ്പോ ഈ നാണക്കേട് മായ്ക്കാൻ എന്താ ഒരു മാർഗം? ബന്ധുക്കൾ തല പുകച്ചു. ഇതിനിടയിൽ ചാർലിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. നമ്പർ നോക്കിയിട്ട് ചാർലി ഉദ്വേഗത്തോടെ പറഞ്ഞു, ശൗരിയാണ്. എടുത്ത് സംസാരിക്ക, റെക്കോർഡിലിട്ട് സംസാരിക്ക. ജോഷി ജോർജ് ജാഗരൂകനായി. അധ്യായം 38. ചാർലി സേവ്യർ ഫോണിലെ കോൾ റെക്കോർഡർ ഓൺ ചെയ്തിട്ട് ശൗരിക്കുട്ടിയുടെ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ഞാൻ ചെല്ലിക്കടപ്പുറത്തു നിന്ന് ശൗരിയ. ചാർലി സേവ്യർ ഒന്നും മിണ്ടിയില്ല. സ്പീക്കർ മോഡിലിട്. ജോഷി ജോർജ് ചാർലിയോട് മന്ത്രിച്ചു. ചാർലി ഫോൺ സ്പീക്കർ മോഡിലാക്കി. ചാർലി സാറിന് എന്നെ മനസ്സിലായില്ലേ? ഞാൻ ശൗരി. നിങ്ങളുടെ മോടെ മനസമ്മതത്തിന് ഞാനിന്ന് പള്ളി വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി. നീ വിളിച്ച കാര്യം പറ. സാറിൻ്റെ മോടെ മനസമ്മതം നടക്കാത്തതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് സാറേ. കഷ്ടമായിപ്പോയി. നീ കാരണമല്ലേടാ തെണ്ടി അത് നടക്കാതെ പോയത്. ഞാൻ കാരണമോ? ഞാൻ എന്നാ ചെയ്തെന്നാ ചാർലി സാറ് പറയണത്? പിന്നെ തെണ്ടി ഞാനല്ല കേട്ടോ. നിങ്ങളുടെ മോളെ കെട്ടാൻ വന്ന ആ ഡാൻഡസില്ലേ, അവനാണ് തെണ്ടി. ഇപ്പം അവൻ തെണ്ടിയല്ലായിരിക്കും. പക്ഷേങ്കിൽ മറ്റന്നാൾ തിങ്കളാഴ്ച മുതൽ അവൻ തെണ്ടിയാകും. വെറും തെണ്ടിയല്ല, സൂപ്പർ തെണ്ടി.
ശൗരിക്കുട്ടി പറയുന്നത് ചാർലിയുടെ ചുറ്റും നിൽക്കുന്നവർക്ക് കേൾക്കാം. നീയല്ലേ എൻ്റെ മോളുടെ കല്യാണം മുടക്കിയത്? മനസ്സമ്മതം ചോദിക്കുമ്പം സമ്മതമല്ലെന്ന് പറയണമെന്ന് നീ അവളെ ഭീഷണിപ്പെടുത്തിയില്ലായിരുന്നോ? ഞാനോ? എപ്പോഴ്? എന്തിന്? എങ്ങനെ? വ്യാഴാഴ്ച രാത്രി നീ ആരും കാണാണ്ട് അവളുടെ റൂമിൽ ഒളിച്ചുകയറി വന്നില്ലേ? വ്യാഴാഴ്ച രാത്രി ഞാൻ കടലിപ്പണിക്ക് പോയിരുന്നല്ലോ. നേരം വെളുത്തപ്പോഴാണല്ലോ കര പറ്റിയത്. ഇതെന്നാ വർത്തമാനമാ ചാർലി സാറ് പറയണത്? നീ നിന്റെ ഡ്യൂപ്പിനെ അയച്ചതാണെന്നും പറഞ്ഞില്ലേ വന്നത്? എനിക്ക് ഡ്യൂപ്പോ? മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊക്കെ ഡ്യൂപ്പുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ചെല്ലിക്കടപ്പുറത്തെ മീൻപിടുത്തക്കാരന് ഡ്യൂപ്പോ? ചാർലി സാറേ, ഞാൻ ശൗര്യ സംസാരിക്കണത്, സിനിമാ നടനല്ല. എൻ്റെ മകള് പറഞ്ഞല്ലോ നീ തന്നെ നിന്റെ ഡ്യൂപ്പാണെന്നും പറഞ്ഞു വന്നെന്നും ഭീഷണിപ്പെടുത്തിയെന്നും. സാറിൻ്റെ മകള് സോണിയ റോസ് ആണെങ്കിൽ അവളങ്ങനെ ഒരിക്കലും പറയത്തില്ല. 2 തവണ അവളുടെ ജീവൻ രക്ഷിച്ചവനാ ഈ ശൗരിക്കുട്ടി. 1 അവൾ കൊച്ചായിരുന്നപ്പോൾ കടലിൽ വീണ് മുങ്ങിപ്പോയി. ഞാനാ നീന്തിച്ചെന്ന് രക്ഷിച്ചത്. 2 ഡാൻഡസിൻ്റെ കച്ചേരി നടന്ന രാത്രിയിൽ താഴെ വീണ അവളെ എല്ലാവരും കൂടെ ചവിട്ടിക്കൊന്നതാ. ഞാനാ വാരിയെടുത്ത് തുമ്പോളി കടപ്പുറത്ത് കൊണ്ടുപോയി ശ്വാസം വീണ്ടെടുത്തു കൊടുത്തത്. അവൾ ഒരിക്കലും എനിക്കെതിര് പറയത്തില്ല. അവൾ ചിലപ്പം പേടി സ്വപ്നം കണ്ടതായിരിക്കും. എൻ്റെ മകൾ എൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. ഞാൻ അവൾക്ക് കൊടുക്കാം. അവൾ തന്നെ പറയും. ചാർലി സോണിയയുടെ നേർക്ക് ഫോൺ നീട്ടി. ഭയചകിതിയായി ഫോൺ വേണ്ട എന്ന് അവൾ കൈവീശി വിലക്കി. നീ എന്തിനാ മോളെ പേടിക്കുന്നേ? നീ സംസാരിക്ക. ചാർലി മകളുടെ കയ്യിലേക്ക് ഫോൺ ബലമായി വെച്ചു കൊടുത്തു. സംസാരിക്ക. ഹലോ സോണിയ വിക്കി. ഹലോ സോണിയ മോളെ, നിനക്കെന്നാ പറ്റിയടി കൊച്ചേ? നീ ഏതാണ്ട് പിച്ചും പേയും പറയണമെന്ന് നിന്റെ പപ്പ പറയണോ? ഡാൻഡസ് നീയും തമ്മിലുള്ള കല്യാണം നടന്ന ഞാൻ ഡാൻഡസിനെ കൊന്നുകളയുമെന്ന് നിന്നെ ഞാൻ ഭീഷണിപ്പെടുത്തിയോ? അതും പുറംകടലിൽ മീൻ പിടിച്ചോണ്ടിരിക്കണം ഞാൻ. ശൗരിക്കുട്ടിയാണോന്ന് എനിക്കറിഞ്ഞുകൂടാ. ഡ്യൂപ്പാണെന്നും പറഞ്ഞ് ശൗരിക്കുട്ടിയെപ്പോലെ തോന്നിക്കണ ഒരാൾ വന്ന് ഭീഷണിപ്പെടുത്തി. എൻ്റെ പേരും പറഞ്ഞ് വല്ലവരും വന്നാ ഞാൻ എന്നാ ചെയ്യാനാണ് മോളെ? നീ വിഷമിക്കണ്ട കേട്ടോ. നിന്റെ കല്യാണം നടക്കും. എൻ്റെ പേരും പറഞ്ഞ് ആരും നിന്നെ കെട്ടാൻ തയ്യാറായില്ലെങ്കിൽ ഈ ശൗരിക്കുട്ടി തന്നെ നിന്നെ കെട്ടും. 3 തരം. നീ ആ ഫോൺ നിന്റെ പപ്പയുടെ കയ്യിലോട്ട് കൊടുത്തട്ടെ. കയ്യിൽ ചുറ്റിയ പാമ്പിനെ വെച്ച് നീട്ടുന്ന പോലെ സോണിയ വേഗം ഫോൺ ചാർലിയുടെ നേർക്ക് നീട്ടി. ചാർലി അത് വാങ്ങി. നീ എന്താ മോളെ അത് അവൻ തന്നെയായിരുന്നെന്ന് തർപ്പിച്ചു പറയാത്തത്? ചാർലിക്ക് ഇച്ഛാഭംഗമായി. പപ്പ സംസാരിക്ക്. ചാർലി ഫോൺ ചെവിയോടടുപ്പിച്ചു. ചാർലി സാറ് വിഷമിക്കണ്ട കേട്ടോ. ലോകത്ത് ഇതാദ്യ സംഭവമൊന്നുമല്ല മനസ്സമ്മതം മുടങ്ങണത്. സാറിൻ്റെ മോടെ കല്യാണം കെങ്കേമമായിട്ട് നടക്കും. ആരും അവളെ കെട്ടാൻ വന്നില്ലെങ്കിൽ ഞാൻ അവളെ കെട്ടും. അവളോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെച്ചേക്കട്ടോ. ശരിയേ? കോൾ കട്ടായി. നീ എന്താടി പെണ്ണെ അവൻ്റെ അടുത്ത് തർക്കിച്ചു പറയാത്തത്? എന്നെ ശൗരി തന്നെയാണ് ഭീഷണിപ്പെടുത്തിയത്, വേറെ ആരുമല്ല, എനിക്കുറപ്പുണ്ടെന്ന് ജോഷി ജോർജ് സോണിയ റോസിനോട് ദേഷ്യപ്പെട്ടു. അങ്കിളെ, ഞാൻ എത്ര ആണയിട്ട് പറഞ്ഞാലും ശൗരിക്കുട്ടി സമ്മതിക്കോ? അല്ലെന്നല്ലേ പറയൂ. എന്നാലും നിനക്ക് പറയാനുള്ളത് പറയായിരുന്നല്ലോ. ഫോൺ റെക്കോർഡിലല്ലേ? നിന്റെ റൂമിൽ അവൻ ഒളിച്ചു കയറിയതും ഭീഷണിപ്പെടുത്തിയതും എല്ലാം നീ തർപ്പിച്ചു പറഞ്ഞിരുന്നെങ്കിൽ അതുതന്നെ ഒരു തെളിവായേനെ. അവനെത്ര നിഷേധിച്ചാലും ശരി, നീ വിട്ടുകൊടുക്കാതെ പറയണമായിരുന്നു. ഇതിപ്പോൾ കേൾക്കുന്നവർക്ക് അവൻ പറഞ്ഞതാണ് ശരിയെന്ന് തോന്നുമല്ലോ. അങ്കിളെ, ശൗരിക്കുട്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായി. ആരോടും പറയരുതെന്ന് പറഞ്ഞല്ലേ എന്നെ ഭീഷണിപ്പെടുത്തിയത്? ഇതിപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞെന്ന് ശൗരിക്കുട്ടി അറിഞ്ഞല്ലോ. ഇനി ശൗരിക്കുട്ടി എന്താ ചെയ്യാൻ പോണേന്ന് ആർക്കറിയാം? അവൻ എന്തു ചെയ്യാനാ? ജോഷി ജോർജ് ചോദിച്ചു. അയാൾ എന്തും ചെയ്യും അങ്കിളെ. എൻ്റെ റൂമിൽ എങ്ങനെ കയറി വന്നെന്ന് ദൈവത്തിന് പോലും അറിയില്ല. കീഹോളിൽ കൂടി കയറി വരാനുള്ള മന്ത്രം പോലും അറിയാമെന്നാ പറയുന്നേ. പപ്പ എന്നോട് മിനിഞ്ഞാന്ന് രാത്രി സംസാരിച്ചില്ലേ? അന്നേരം ശൗരിക്കുട്ടി റൂമിലില്ല. പപ്പ പോയി കഴിഞ്ഞ് ഞാൻ നോക്കുമ്പം റൂമിലുണ്ട്. ഇനിയും അതുപോലെ വന്നാൽ ഞാൻ എന്തു ചെയ്യും? നിങ്ങളാരും അറിയില്ല അയാൾ വരുന്നതും പോകുന്നതും. കുടുംബാംഗങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമായി. സോണിയ പറയുന്നതിലും കാര്യമുണ്ട്. വിളഞ്ഞ വിത്താണവൻ. നമ്മൾ കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ടാ ഒന്നും അറിയാത്ത പോലെ അവൻ സംസാരിച്ചത്. ജോഷി ജോർജ് അഭിപ്രായപ്പെട്ടു. മറ്റന്നാൾ മുതൽ ഡാൻഡസ് വെറും തെണ്ടിയാണെന്ന് അവൻ പറഞ്ഞത് എന്തുദ്ദേശിച്ച? റോസ്മേരി ആരോടെന്നില്ലാതെ ചോദിച്ചു. കാരക്കാട്ടുകാര് ഭയങ്കര കടത്തിൽ മുങ്ങി നിൽക്കുവാണ്. അതും ശൗരിക്കുട്ടി അന്ന് രാത്രി പറഞ്ഞിരുന്നു. സോണിയ റോസ് വെളിപ്പെടുത്തി. എന്തായാലും ഈ പേരുദോഷം മാറിക്കിട്ടണമെങ്കിൽ കാലം കുറെ പിടിക്കും. ജോഷി ജോർജ് പിറുപിറുത്തു. അവനെതിരെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കണ്ടേ? റോസ്മേരി ചോദിച്ചു. അവൻ കല്യാണം മുടക്കിയെന്ന് എന്താ തെളിവ്? സോണി ഒരു പരാതി എഴുതി ഒപ്പിട്ടു കൊടുക്കട്ടെ. വേണമെങ്കിൽ ദേഹോപദ്രവം ഏൽപ്പിച്ചെന്നോ മാനഭംഗത്തിന് ശ്രമിച്ചെന്നോ ഒക്കെ എഴുതി ചേർക്കാം. വകുപ്പ് മാറും.
അവൻ ചിലപ്പോൾ 8-10 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. വേണ്ട, സോണിയ എതിർത്തു. കള്ളപ്പരാതി കൊടുക്കാനൊന്നും ഞാനില്ല. മാത്രമല്ല, പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തതിൻ്റെ പേരിൽ അയാൾ ഡാൻഡസിനെ വല്ലതും ചെയ്താലോ? അങ്ങനൊക്കെ പേടിച്ച അവനങ്ങ് രക്ഷപ്പെട്ടു പോകും. ജോഷി ജോർജ് പറഞ്ഞു. നമ്മളുമായിട്ട് ഫോണിൽ സംസാരിച്ചത് ശൗരിക്കുട്ടിയും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന നുണയെല്ലാം പൊളിയും. വേണ്ട. ചാർലി മകളുടെ പക്ഷം ചേർന്നു. കാരക്കാട്ട് ബംഗ്ലാവിന് തീ പിടിച്ചാലുള്ള മാനസികാവസ്ഥയിലായിരുന്നു സൈമൺ തരകൻ. അറയ്ക്കൽ ചാർലിയെ വിളിച്ച് വാക്കി വരുന്ന തെറിയെല്ലാം വിളിക്കാൻ വേണ്ടി അയാൾ ഫോൺ കയ്യിലെടുത്തെങ്കിലും മക്കൾ വിലക്കി. ചാർലി സാറിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് തോന്നുന്നില്ല പപ്പ. കല്യാണത്തിന് 10-2000 പേരെ ക്ഷണിച്ച് പന്തലും കെട്ടി സദ്യയും ഉണ്ടാക്കിയിട്ട് ചാർലി സാറ് ഇങ്ങനൊരു തെണ്ടിത്തരം കാണിക്കോ? റോയ് സൈമൺ പറഞ്ഞു. അയാളല്ലെങ്കിൽ അയാളുടെ മകള് കാണിച്ചില്ലേ? തന്തയ്ക്ക് പിറക്കായിക. തലേദിവസം പോലും അവൾ പറഞ്ഞില്ലല്ലോ. നായിൻ്റെ മോള്. പപ്പ, എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. പള്ളി വെച്ച് അങ്ങനെ പറയണമെങ്കിൽ തക്കതായി എന്തെങ്കിലും കാരണം കാണും. ചാർലി സാറിന് പോലും അറിഞ്ഞുകൂടാ സോണി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന്. ചാർലി ചോദിക്കണ്ടേ? പള്ളി വെച്ച് തന്നെ നായിൻ്റെ മോടെ ചെകിട്ടത്ത് 4 പൊട്ടിച്ചോണ്ട് അയാൾ ചോദിക്കണ്ടായോ? ചെയ്തില്ലല്ലോ. അയാൾ എന്തിനാ അവിടെ തന്തയാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കണത്? അയാളാണോ തന്ത? സൈമൺ തരകൻ ആക്രോശിച്ചു. എൻ്റെ പപ്പ, അവരൊക്കെ പപ്പയുടെ മാതിരി വെട്ടെന്നും മുറി രണ്ടെന്നും പറഞ്ഞ് എടുത്തു ചാടുന്ന കൂട്ടരല്ല. സമാധാനക്കാരാ. ചാർലി സാറും എടുത്തു ചാട്ടക്കാരനല്ല. അവർ വീട്ടിൽ ചെന്ന് സോണിയയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. എന്നിട്ട് നമ്മളെ വിളിച്ചു പറയും. ഇനി വിളിച്ചു പറഞ്ഞിട്ട് എന്നാ ഉണ്ടാക്കാനാ? എടാ, 4 ജന്മം കുളിച്ച തീരുവട ഈ നാറ്റം. മനുഷ്യൻ്റെ കണ്ണുവെട്ടത്തോട്ട് ഇറങ്ങാൻ പറ്റുമോ? ഇനി നമ്മളൊക്കെ ജീവിച്ചിരുന്നിട്ട് എന്നാടാ ഗുണം? അത്രയ്ക്ക് നാറിപ്പോയില്ലേ? കാരക്കാട്ട് സൈമൺ തരകൻ്റെ മോനെ പള്ളി വെച്ച് മനസമ്മതത്തിന് ചാർലിയുടെ മോള് വേണ്ടാന്ന് പറഞ്ഞെന്ന് ചെല്ലാനം മുതൽ അങ്ങ് നീണ്ടകര വരെയുള്ള സകല കടപ്പുറംകാരും ചിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും കുശുകുശുക്കും. കാരക്കാട്ടുകാരുടെ നാണക്കേടും വീഴ്ചയും അവർക്കെല്ലാം ആഘോഷമാ. അത് കണ്ട് സന്തോഷിക്കാനിരിക്കുന്നവരാ എല്ലാ നായിൻ്റെ മക്കളും. അപ്പോഴേക്കും റോബിൻ ഒരു കാറിൽ ഗേറ്റ് കടന്നു വന്നു. അവൻ കാർ നിർത്തി ചാടിയിറങ്ങി ഹാളിലേക്ക് വന്നു. പപ്പ, മനസമ്മതം മുടങ്ങിയതിൻ്റെ വീഡിയോ വാട്സപ്പിലും ഫേസ്ബുക്കിലും എല്ലായിടത്തും. അവൻ തൻ്റെ മൊബൈൽ ഫോൺ നീട്ടിക്കാണിച്ചു. അതാരെടുത്തു? വീഡിയോക്കാരാണോ? റോയ് സൈമൺ ചോദിച്ചു. ആയിരിക്കും. ആരൊക്കെയോ ചടങ്ങ് വീഡിയോയിലും മൊബൈലിലും പിടിക്കുന്നുണ്ടായിരുന്നു. റോബിൻ മൊബൈലിലെ വീഡിയോ പ്ലേ ചെയ്തു കാണിച്ചു. പള്ളിയിലച്ഛൻ ഡാൻഡസിനോട് മനസമ്മതം ചോദിക്കുന്നിടത്തു നിന്നാണ് തുടക്കം. അവിടം മുതൽ സോണിയ ബോധം കെട്ടു വീഴുന്നതിന് തൊട്ടു മുൻപ് വരെയുള്ള ദൃശ്യങ്ങൾ. പിന്നീടുണ്ടായ വാക്കുതർക്കങ്ങളുടെ ചില ഭാഗങ്ങളും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഏത് തന്തയ്ക്ക് പറക്കാത്തവനാ ഈ പണി കാണിച്ചത്? അതായിരുന്നു സൈമൺ തരകൻ്റെ പ്രതികരണം. എൻ്റെ മാതാവേ, ഇനി ഇത് ലോകം മുഴുവൻ കാണുമല്ലോ. ഇനി ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ഭേദം ചത്തേക്കുന്നതാ. എൽസമ്മ നെഞ്ചത്ത് കൈവച്ച് വിലപിച്ചു. ഇതിനിടയിൽ സൈമൺ തരകൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. സൈമൺ തരകൻ ഫോൺ എടുത്തു നോക്കി. ചാർലി സേവ്യർ. സൈമൺ തരകൻ കോൾ അറ്റൻഡ് ചെയ്തു. എടാ ചാർലി, നീ ചെവിയെ നുള്ളിക്കോടാ. എന്നെയും എൻ്റെ മകനെയും എൻ്റെ കുടുംബക്കാരെയും മാനം കെടുത്തിയ നിനക്കും നിന്റെ മോൾക്കും ഞാൻ വെച്ചിട്ടുണ്ടടാ. കാരക്കാട്ട് സൈമണെ നിനക്ക് ശരിക്കറിയില്ല. പപ്പ സംസാരിക്കുന്നത് കേട്ട് ഡാൻഡസ് ഞെട്ടിപ്പോയി. സൈമൺ ചേട്ടൻ കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കണം. എൻ്റെ തെറ്റുകൊണ്ടല്ല പള്ളി വെച്ച് അങ്ങനൊക്കെ സംഭവിച്ചത്. കാര്യം എന്താണെന്നറിയാതെ വാക്കി വരുന്നതൊക്കെ വിളിച്ചു പറഞ്ഞ് അതൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ലെന്ന് ഓർത്തോണം. എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും ഒരുപോലെയാ. എനിക്ക് പറയാനുള്ളതും കൂടി കേട്ടിട്ട് സൈമൺ ചേട്ടൻ വെകിളി പിടിക്കുക. എന്നാ പിന്നെ താനങ്ങ് പറഞ്ഞു തൊലയ്ക്കടോ. സൈമൺ തരകൻ ചീറി. എൻ്റെ മോള് വെറുതെയല്ല നിങ്ങളുടെ മോനെ കെട്ടാൻ സമ്മതമല്ലെന്ന് പള്ളി വെച്ച് പറഞ്ഞത്. നിങ്ങളുടെ മോൻ്റെ ജീവനെ ഓർത്തിട്ടാ. ഡാൻഡസിന് വേണ്ടിയാ. അതെന്ത് കോപ്പിലെ വർത്തമാനമാ ചാർലി താൻ പറയണത്? എൻ്റെ മോനെ ഗുണപ്പെടുത്താൻ വേണ്ടി തൻ്റെ മോള് പള്ളി വെച്ച് 10-2000 പേര് കണ്ടോണ്ടും കേട്ടോണ്ടും നിൽക്കെ എൻ്റെ മോനെ തള്ളിപ്പറഞ്ഞത്. എൻ്റെ വായിന്ന് വല്ലതും കേക്കല്ല് ചാർലി. എൻ്റെ മോള് പള്ളി വെച്ച് മനസമ്മതം പറഞ്ഞ നിങ്ങളുടെ മകൻ ഡാൻഡസിനെ കൊന്നുകളയുമെന്ന് ശൗരി അവളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. താലികെട്ട് കല്യാണത്തിൻ്റെ അന്നുവരെ ഡാൻഡസ് ജീവനോടിരിക്കത്തില്ലെന്ന്. ആ ചെറ്റ അങ്ങനെ പലതും പറയും. അത് കേൾക്കാനിരിക്കുകയാണോടോ താനും തൻ്റെ മോളും? എൻ്റെ മോള് പേടിച്ചുപോയി സൈമൺ ചേട്ടാ. അവൾക്ക് മനസമ്മതത്തേക്കാൾ വലുത് ഡാൻഡസിൻ്റെ ജീവനാ. ശൗരി അവളെ എപ്പോൾ ഭീഷണിപ്പെടുത്തി? മനസമ്മതത്തിൻ്റെ 2 ദിവസം മുൻപ്. അങ്ങനെ ഭീഷണിപ്പെടുത്തിയെങ്കിൽ പോലീസിന് പരാതി കൊടുക്കുകയല്ലേടോ വേണ്ടത്? അതിനു പകരം പള്ളി വെച്ച് തെണ്ടിത്തരം കാണിച്ചിട്ട്
ഇപ്പം ഓരോ ന്യായം. സൈമൺ ചേട്ടാ, കുറച്ചുകൂടെ മര്യാദയ്ക്ക് സംസാരിക്കുക. അവൾ ഒരു തവണ തള്ളിപ്പറഞ്ഞെങ്കിലും അത് മനസ്സായിട്ട് പറഞ്ഞതല്ല. ഇനിയാണെങ്കിലും ഡാൻഡസും സോണിയും തമ്മിലുള്ള കല്യാണം നടക്കും. ഇനിയോ? ഇനി എൻ്റെ പട്ടിക്ക് പോലും വേണ്ട തൻ്റെ മോളെ. ഛർദ്ദിച്ചത് ഭക്ഷിക്കത്തില്ലടാ കാരക്കാട്ടുകാര്. പപ്പ പറയുന്നത് കേട്ട് ഡാൻഡസ് വീണ്ടും ഞെട്ടി. എൻ്റെ മോളെ തൻ്റെ മകന് വേണ്ടെങ്കിൽ തൻ്റെ മകനെ എനിക്കും വേണ്ടടോ. ചേട്ടാന്നുള്ള വിളിയൊക്കെ ഞാനങ്ങ് നിർത്തുക. താൻ ആരാണെന്നാ തൻ്റെ വിചാരം? താൻ പണ്ട് ആനപ്പുറത്തിരുന്നിട്ടുണ്ടായിരിക്കും. ഇപ്പം തൻ്റെ പൃഷ്ഠത്തിൽ അതിൻ്റെ തഴമ്പ് മാത്രമേ ഉള്ളൂടോ. ആനയില്ല തനിക്ക്. ആ ശൗരിക്കുട്ടി പറഞ്ഞത് എന്താണെന്ന് തനിക്കറിയാവോ? മറ്റന്നാൾ താനും തൻ്റെ കുടുംബവും റോഡിലിറങ്ങി തെണ്ടുമെന്ന്. ഒരു തെണ്ടിയുടെ മോന് എൻ്റെ മോളെ കൊടുക്കാൻ ഇനി ഞാൻ തയ്യാറല്ല. നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും ഇവിടം കൊണ്ട് തീരുക. വയ്ക്കട്ടെ. 4-5 മുഴുത്ത തെറികൾ ഒന്നിച്ചു വന്നതിനാൽ അതിലേത് പറയണമെന്നറിയാതെ സൈമൺ തരകൻ വിക്കി. അപ്പോഴേക്കും കോളും കട്ടായി. പന്ന നായിൻ്റെ മോൻ, പേടിത്തൂറൻ. ഫോണും കട്ട് ചെയ്തിട്ട് ഓടി. അവൻ്റെ വീട്ടിൽ ചെന്ന് തെറി പറയാൻ എനിക്കറിയാം. ഇങ്ങനെയൊക്കെയാണോ പപ്പ മാന്യന്മാരോട് സംസാരിക്കേണ്ടത്? ഡാൻഡസ് അമർഷത്തോടെ ചോദിച്ചു. ഞാനിങ്ങനെ സംസാരിച്ചാ ശീലിച്ചത്. ഇന്നേ വരെ ഏത് പുല്ലനോടും ഇങ്ങനെ സംസാരിച്ചിട്ടുള്ളൂ. ഇനിയും ഇങ്ങനെ തന്നെ സംസാരിക്കും. അല്ലെങ്കിൽ കാരക്കാട്ട് സൈമൺ തരകൻ ചത്തിട്ട് രണ്ടാമതൊരു ജന്മം ജനിക്കണം. സൈമൺ തരകൻ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് വെളിപ്പെടുത്തി. അതിനുശേഷം റോബിൻ്റെ കയ്യിൽ നിന്ന് കാറിൻ്റെ കീചെയിൻ വാങ്ങി മുറ്റത്തിറങ്ങി കാർ ഓടിച്ച് ഗേറ്റ് കടന്നുപോയി. അടുത്ത ഭാഗം നാളെ.